എന്റെ പൊന്നപ്പു, ഇത് എത്ര നേരമായി നീ ഈ വാശി കാണിക്കാൻ തുടങ്ങിയിട്ട്? എന്തെങ്കിലും കഴിക്കുവാ. നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ അവന് പോയപ്പോഴേ. അപ്പൊ നീ എന്താ പറഞ്ഞ? കണ്ണേട്ടനെ വിട്ട് ഞാൻ പോവില്ല, കണ്ണേട്ടനോട് കളിക്കണമെന്ന്. ഇപ്പൊ നീ എന്താ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അപ്പോ എന്തിനാ മോളെ ഇത്ര വാശി കാണിക്കുന്നെ? നിനക്ക് ഇവിടെ നിന്നും പോകുന്നത് ഇഷ്ടമല്ലല്ലോ. ഇപ്പൊ എന്താ മുത്തശ്ശിയുടെ അടുത്ത് അങ്ങ് പോവാൻ വേണ്ടി കരയുന്നേ? കണ്ണേട്ടോടെ കളിക്കണ്ടേ നിനക്ക്? നല്ല കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് വന്നേ. അപ്പൊ കണ്ണേട്ടനോട് പിണക്കാണോ? എന്തിനാ പിണങ്ങിയ? കണ്ണേട്ടൻ മുട്ടായി വാങ്ങിത്തരാം, ഇവിടെ നിക്ക്, എങ്ങും പോണ്ട. അമ്മായിയുടെ അപ്പു എന്തിനാ പിണങ്ങിയേ? ഇവിടെ നിന്ന് പോവാൻ എന്തിനാ വാശി പിടിക്കുന്നേ? വാ, അമ്മായി കഥയൊക്കെ പറഞ്ഞുതരാം. കുറെ കഴിയുമ്പോ അപ്പുവിന്റെ വാശിയൊക്കെ മാറും. എന്തിനാ അപ്പോ കണ്ണേട്ടനോട് ഇങ്ങനെ പിണങ്ങുന്നേ? ഞാൻ മുട്ടായി വാങ്ങിത്തരാം, സ്കൂളിൽ കൂടെ കൊണ്ടുപോവാ. പിന്നെ എന്തിനാ മുത്തശ്ശി പറ, മുത്തശ്ശി എന്നിട്ട് പോവല്ലേന്ന്. എന്റെ ഈശ്വര, ഇത് എത്ര നേരമായി തുടങ്ങിയ വാശിയാ? പോണം പോണമെന്നും പറഞ്ഞ്. അതിന് മാത്രം എന്താ കുട്ടി ഇവിടെ ഉണ്ടായ? അപ്പോ മുത്തശ്ശി പറയുന്ന കേക്ക്. പിന്നൊരു ദിവസം എല്ലാവരുമായിട്ട് ബാംഗ്ലൂരിൽ പോവാം. എന്തിനാ ഇപ്പൊ ഇങ്ങനെ വാശി പിടിക്കുന്നേ? വേണ്ട കല്യാണി, അപ്പൂന്റെ വാശി അറിയാലോ. ഇനിയിപ്പോ രാത്രിയായില്ലേ, നാളെ രാവിലെ തന്നെ ഇവരൊന്ന് ബാംഗ്ലൂരിലോട്ട് പോട്ടെ. അവിടെ പോയി 2 ദിവസം നിൽക്കുമ്പോ അപ്പൊ ശരിയാവും. പിന്നെ ഇങ്ങോട്ട് പോരട്ടെ, വരുമ്പോ അനുവിനെയും കൂടെ കൊണ്ടുവരട്ടെ. അമ്മാമ്മ പറഞ്ഞതാ ശരി. നാളെ രാവിലത്തെ ട്രെയിനിൽ നീ അപ്പൂനെയും കൊണ്ട് പൊക്കോ. എന്നിട്ട് 2 ദിവസം നിർത്തി അവളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് വാശി പിടിച്ച് അവൾ ഒരു വഹ കഴിക്കൂല. ഇനിയിപ്പോൾ അതേ വഴിയുള്ളൂ. അതെങ്ങനെയാ? ഇനിയിപ്പോൾ അതേ ഉള്ളൂ മഹി, ഒരു വഴി. അതെങ്ങനെയാ? സ്വഭാവവും കാണാനും ഒക്കെ ഭദ്രയെ പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. വാശിക്കാണെങ്കിൽ അങ്ങേയറ്റം. നമ്മുടെ കയ്യിലൊന്നും പിടിച്ചിട്ട് നിൽക്കുന്നില്ലല്ലോ മഹി ഇവള്. ഇനി എന്നെ എന്റെ കൊച്ചിനെയും കിടന്ന് പറഞ്ഞു. അല്ലാണ്ട് അവളുടെ കാര്യം എന്താന്ന് മനസ്സിലാക്കുകയല്ല വേണ്ടത്. ഏട്ടൻ 2 ദിവസത്തേക്ക് ബാംഗ്ലൂരിൽ പോയി നിന്ന് അപ്പൂന്റെ പ്രശ്നം എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് പോരെ. ഇനിയിപ്പോൾ അതേ ഉള്ളൊരു വഴി. ഇവളിങ്ങനെ വാശി പിടിച്ച പിന്നെ എന്ത് ചെയ്യാനാ? കരഞ്ഞറിഞ്ഞ് വല്ല അസുഖം വരുത്തി വെക്കുന്നതിനേക്കാളും നല്ലത് നാളെ തന്നെ പോവാ. അജു, മോളെ സൂക്ഷിക്കട്ടോ. പിന്നെ അവിടെ എത്തിയിട്ട് വിളിക്കണം. 2 ദിവസം കഴിഞ്ഞ് മോളെയും കൊണ്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. അമ്മ, ഞാൻ എത്തിയിട്ട് വിളിക്കാം. 2 ദിവസം കഴിഞ്ഞ് അനുവിനെയും അപ്പൂനെയും കൊണ്ടുതന്നെ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. നമ്മൾ എന്നാ ഇറങ്ങട്ടെ. അപ്പോൾ കണ്ണേട്ടനെ കാണാൻ തിരിച്ച് വരുമല്ലോ. കണ്ണേട്ടൻ മുട്ടായൊക്കെ വാങ്ങിച്ച് കാത്തിരിക്കാം. അമ്മായിയുടെ മോള് അമ്മായി കാണാൻ വരൂലേ? കണ്ണേട്ടനെ കാണണ്ട, അമ്മായി കാണണ്ടേ നിനക്ക്? പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് സുന്ദരി കുട്ടിയോട് തിരിച്ചു വരണം കേട്ടോ. അച്ഛാ, അപ്പു പറഞ്ഞ പോലെ ഇനി എന്നെ കാണാൻ വരൂലേ അവള്? കണ്ണേട്ടനോട് ഒക്കെ പിണക്കമാണോ? ഇനി ഒരിക്കലും എന്നെ കാണാൻ വരൂലേ? അപ്പുവിൻ്റെ കണ്ണേട്ടനെ കാണാൻ അപ്പു വരാതിരിക്കോ? നീ വിഷമിക്കണ്ട, അവൾ 2 ദിവസം കഴിയുമ്പോൾ എത്തും. അയ്യേ, അമ്മയുടെ കണ്ണൻ കരയുവാ. കണ്ണൻ സ്ട്രോങ് അല്ലേ, അവളൊരു കരയാൻ പാടില്ല. വന്നേ. വർഷങ്ങൾക്ക് ശേഷമുള്ള മംഗലംകുന്ന് തറവാട്. മുമ്പെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്നും ഈ തറവാട് നിലനിന്ന് പോകുന്നത്. നൃത്തവും കളരിയും എല്ലാവിധ അഭ്യാസങ്ങളും ഇന്നും ഈ തറവാട്ടില് ഒരു ഭംഗി തന്നെയാണ്. ഇപ്പൊ ഈ തറവാട്ടിലെ പുലിക്കുട്ടി ഭദ്രയല്ല കേട്ടോ, ദക്ഷിത്. നമ്മുടെ ഭദ്രയുടെയും മഹിയുടെയും മൂത്ത മകൻ. സംഗീതത്തിലും കളരിയിലും വാൾപ്പയറ്റിലും ഒക്കെ അവനെ തോൽപ്പിക്കാൻ ഇന്നും ഈ തറവാട്ടില് ആളില്ല. തറവാട്ടിലെ പുലിക്കുട്ടിയാണ് നമ്മുടെ ദക്ഷിത്. രോഹിണി നക്ഷത്രം ജനിച്ചത് കൊണ്ട് തന്നെ ഈ തറവാട്ടിലെ എല്ലാവരും അവനെ കണ്ണ എന്നാ വിളിക്കുന്നത്. എത്ര വലിയ പുലിക്കുട്ടിയാണെങ്കിലും അമ്മയുടെ മുന്നില് ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിയാണ് നമ്മുടെ കണ്ണൻ. കണ്ണ, ഇന്നലെ നീ എത്ര മണിക്കാ രാത്രി വീട്ടിലെത്തിയെന്നറിയോ?
കുട്ടികളെ കളരി ക്ലാസ്സിന് വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞതല്ലേ, അവരുടെ കൂടെ തന്നെ ഇരുന്ന് നീയും അങ്ങ് ആയിപ്പോയോ? കറക്റ്റ് സമയത്തിന് ഊണുമില്ല ഉറക്കവുമില്ല. അതെങ്ങനെയാ? പറഞ്ഞാൽ എന്തെങ്കിലും കേൾക്കോ നീ? ഞാൻ നിന്നോടാ സംസാരിക്കുന്നേ. എന്റെ പൊന്നു ഭദ്രെ, രാവിലെ തന്നെ തുടങ്ങിയോ? കണൻ ഇപ്പൊ വന്നേലേ ഉള്ളൂ. ആദ്യം അവൻ എന്തെങ്കിലും കഴിക്കട്ടെ, എന്നിട്ട് തുടങ്ങാം. അതെങ്ങനെയാ? നീയും പണ്ട് ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ? അമ്മയെ പോലെയല്ലേ മോനും വരിക? അത് മുത്തശ്ശി പറഞ്ഞ കറക്റ്റാ. എനിക്ക് എൻ്റെ അമ്മയുടെ സ്വഭാവമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കാര്യം. അമ്മയും പണ്ട് ഇതുപോലെയായിരുന്നു അല്ലേ മുത്തശ്ശി? മതി മുത്തശ്ശിയുടെയും കൊച്ചുമോന്റെയും ഒത്തുകളി. കണ്ണാ, ഇപ്പൊ കൈകാല് കഴുകിയിട്ട് അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചൊന്ന് കിടക്ക്. അല്ലാണ്ട് വീണ്ടും കളരിക്കെന്ന് പറഞ്ഞിറങ്ങരുത്. എന്നാ അമ്മയുടെ ഒരു തല്ലുകൊള്ളും കേട്ടോ. ശരി മാതാജി, അങ്ങ് പറയുന്ന പോലെ. അല്ല, രാവിലെ തന്നെ കേൾക്കേണ്ടതാണല്ലോ ചീവീടിൻ്റെ സൗണ്ട്. എന്താ ഇതുവരെ എണീറ്റില്ലേ പൂച്ചക്കുട്ടി? ആര്? ദർശനയോ? അവള് രാവിലെ എണീറ്റ് കുളിച്ച് നനച്ച് ഇപ്പോ തുളസിത്തറയില് കോലം വരയ്ക്കുന്നുണ്ടാവും. ഇന്നലെ മൊത്തം നിന്നെ കാത്ത് കുത്തിയിരിപ്പായിരുന്നു ഈ ഉമ്മറത്ത്. അങ്കനേ എത്തിയോ തമ്പുരാൻ? അല്ല, വന്നോടൻ തുടങ്ങിയോ കഴിക്കാൻ? ഇന്നലെ മൊത്തം ഒന്നും കഴിക്കാതെ കാത്തിരുന്ന് ഞാനിപ്പോ ആരായി? അല്ലേലും അങ്ങനെയാ, സ്നേഹം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിലല്ലേ. നിന്ന് വഴക്കടിക്കാതെ വന്നിരുന്ന് കഴിക്കടി. അല്ലെങ്കിൽ നീ പറഞ്ഞ ശരിയാ, ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ സമയം കിട്ടുമോ? ഇപ്പോഴെങ്കിലും കണ്ണേട്ടിന് തോന്നിയല്ലോ ഞാൻ കല്യാണം കഴിച്ച് പോവാന്ന്. എനിക്കും ഇവിടുന്ന് പോകാൻ ഒട്ടും ഇഷ്ടമല്ല കണ്ണേട്ട. അനുവേട്ടന് ഈ നാട്ടിലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ. അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞ് ഈ നാട്ടിലെ ഏതെങ്കിലും കൃഷിക്കാരനോ കല്യാണം കഴിപ്പിച്ചു തരാം. അത് വേണ്ട, അത്ര വലിയ ഉപകാരമൊന്നും തൽക്കാലം കണ്ണേട്ടൻ ചെയ്യണ്ട. മോൻ കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. എന്തേ ഇപ്പോൾ ഈ നാട് വിട്ടു പോകുന്ന സങ്കടമൊക്കെ മാറിയോ? ഈ കല്യാണം ഒന്ന് ഒപ്പിച്ചെടുക്കാൻ നീ അവനും കൂടെ പെട്ട പാടൊക്കെ എനിക്കറിയാം. എന്നിട്ടാ അവളുടെ കള്ളസങ്കടം നാട് വിട്ടു പോകുന്നതിൻ്റെ. എന്നോട് ഇറക്കല്ലേ ഇതൊന്നും. രണ്ടും കൂടെ തുടങ്ങിയോ? മര്യാദക്കിരുന്ന് കഴിക്കുക കണ്ണ. ദർശന മോളെ നീ ഒരുക്കി. മുത്തശ്ശി ഭക്ഷണം എടുത്തേരാം. കണ്ണൻ പറഞ്ഞതും ശരിയല്ലേ അമ്മ. ഇനിയിപ്പോ അധികം മാസങ്ങളൊന്നുമില്ലല്ലോ, 1-2 മാസം കൂടിയല്ലേ ഉള്ളൂ കല്യാണത്തിന്. അവിടെ അനുവും അപ്പവും കൂടെ ഈ കാര്യം തന്നെ 24 മണിക്കൂറും പറച്ചില്. അപ്പോ നാട്ടിൽ വരാത്തത് കൊണ്ട് നമ്മളൊക്കെ മിക്കവാറും അങ്ങോട്ട് പോവേണ്ടി വരും. അവിടെ വെച്ചായിരിക്കും അനുവിന്റെയും ദർശനയുടെയും കല്യാണം. ബാംഗ്ലൂരിലോട്ടോ? അതെന്താ അങ്ങനെ? ഈ തറവാട്ടിൽ വെച്ചല്ലേ അനുവിൻ്റെയും ദർശനയുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചേ? അത് ശരിയാ, പക്ഷെ കണ്ണേട്ട അപ്പം ഇങ്ങോട്ട് വരില്ലെന്നല്ലേ പറയുന്നത്. അപ്പോൾ അവളുടെ ഏട്ടൻ്റെയും കൂടെ കല്യാണമല്ലേ, അതുകൊണ്ട് അച്ഛനും അമ്മാവനും ഒക്കെ ചേർന്ന് അവിടെ വെച്ചാക്കിയാലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, എനിക്കെന്താ. പക്ഷേ ഞാൻ കല്യാണത്തിന് പങ്കെടുക്കണമെങ്കിൽ അത് ഈ തറവാട്ടിൽ വെച്ച് നടക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ. അനുവിന് ഒരേ ഒരു പെങ്ങളാണെങ്കിൽ നിനക്ക് ഒരേ ഒരു ആങ്ങളായ ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കേ. ഞാൻ എന്തായാലും ബാംഗ്ലൂരിലോട്ട് വരില്ല. കണ്ണ, എന്താടാ ഇത്? നിനക്കും തുടങ്ങിയോ? അപ്പൊ കുഞ്ഞു കുട്ടിയല്ലേ, അവള് വാശി കാണിക്കുന്നെന്ന് കരുതി നീയും വാശിയാണോ കാണിക്കുന്നത്? ഇതിനിടയിൽ പെട്ട് സങ്കടപ്പെടുന്നത് നിന്റെ അനിയത്തിയും അനു ഒക്കെ അല്ലേ? ഈ കുട്ടികളുടെ വാശി എന്നാ ഇന്ന് തീരാൻ പോകുന്നേ? പരസ്പരം കാണുമില്ല, സംസാരിക്കുമില്ല. എന്താ ഇത്? എന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമില്ല. ഇതിപ്പോ എത്ര വർഷാന്ന് വെച്ചാ നമ്മൾ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നേ? ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ എനിക്കും വാശിയാ. ഈ തറവാട്ടി വെച്ച് നടത്തേണ്ട കല്യാണം ഇവിടെ വെച്ച് തന്നെ നടത്തണം. അതിന് ബാംഗ്ലൂരിലോട്ട് പോകാൻ ഞാൻ സമ്മതിക്കൂല. ആയിക്കോട്ടെ, അതിന് ഇനി 2-3 മാസമല്ലേ, നമുക്കൊക്കെ പറഞ്ഞ് തീരുമാനിക്കാം. നീ ഭക്ഷണത്തിന് മുമ്പിൽ ഇങ്ങനെ എണീറ്റ് പോവരുത് കണ്ണ. അവിടെ ഇരിക്കേ. അമ്മ പറഞ്ഞിട്ടില്ലേ ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് നന്ദിയോടെ കാണിക്കരുതെന്ന്. കഴിക്കാനിരുന്ന അത് മുഴുവനും കഴിക്കണം. എനിക്ക് മതി അമ്മ. അമ്മ ഈ ഭക്ഷണം എടുത്ത് അടച്ചു വെച്ചേക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് കഴിക്കാം. ഞാൻ വയലിലോട്ട് പോവാം. വൈകുന്നേരം വരൂ. വൈകുന്നേരമെങ്കിലും ഇനി ഇങ്ങോട്ട് വന്നാൽ മതി. അതെങ്ങനെയാ മൂക്കുന്ന തുമ്പില് എല്ലാത്തിനും ദേഷ്യം. ഈ രണ്ടും മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് ഒരു പിടിയില്ല. അവൾക്കാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും വാശി, ഇവനാണെങ്കിൽ എല്ലാത്തിനും ദേഷ്യവും. എന്റെ കൃഷ്ണ. ഇതാണ് ബാംഗ്ലൂരിലെ മഹിയുടെയും അജുവിന്റെയും വീട്. മഹി നാട്ടില് തറവാട്ടില് സെറ്റിലായതോടുകൂടി ഇവിടെ അജുവും ഫാമിലിയും മഹിയുടെ അമ്മയാണ് താമസിക്കുന്നത്. മഹി, സമയം ഇത്രയായി, ഇതുവരെ രണ്ടുപേരും എണീറ്റില്ലേ? ഈ പിള്ളേരെ കൊണ്ട് വെയിൽ വന്നടിച്ചാലും എണീക്കില്ല എന്ന് പറഞ്ഞാ ഇതൊന്നും ശരിയല്ല. അവള് വേറൊരു വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പോവേണ്ട കുട്ടിയാ. ഇതൊക്കെ അവിടെ നടക്കുവോ? ആ പടി കയറി മുകളിലോട്ട് പോകാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ 7 മണിക്ക് ഞാൻ ചവിട്ട് എണീപ്പിച്ചേനെ രണ്ടിനെയും.
അതിനമ്മ അനുരാഗ് രാവിലെ എണീറ്റു എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു ചായയും കുടിച്ചിട്ട് പോയി. അപർണയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, അത് ഞാൻ തന്നെ പോയി ചവിട്ട് എണീപ്പിക്കണം, അല്ലാതെ അത് എണീക്കില്ല. ഞാൻ തന്നെ പോവാം. ഈ പടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് രാവിലെ എക്സസൈസിനാണല്ലോ, അല്ലാണ്ട് അവൾ എണീറ്റ് താഴത്തേക്ക് വരുമെന്ന് നമ്മൾ സ്വപ്നം കാണണ്ട. ഇനിയും വാശിയൊക്കെ കളഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിനക്ക് സമയമായി. ഇവിടെയാ നിന്റെ പ്രിയപ്പെട്ടവര് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നേ. സ്വപ്നമായിരുന്നു ഇതിപ്പോ 1-2 മാസമായി ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. കണ്ണടച്ച അപ്പൊ വരും ഇങ്ങനത്തെ ദുസ്വപ്നങ്ങള്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഈശ്വര, എന്താ ഞാൻ ഈ കാണുന്നതൊക്കെ? എന്നോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവര്? ആരാ അവരൊക്കെ? ഇതൊക്കെ ഞാൻ എങ്ങനെ മനസ്സിലാക്കേണ്ട? അതോ ഇതൊന്നും ജീവനില്ലാത്ത ഞാൻ കാണുന്ന വെറും സ്വപ്നം മാത്രമാണോ? തമ്പുരാട്ടി നേരത്തെ എണീറ്റോ? എന്നിട്ടാണോ ഞാൻ ഈ വിളിയൊക്കെ വിളിച്ചിട്ടും ഒരു മറുപടി പോലും തിരിച്ചു തരാത്ത? രാവിലെ തന്നെ പല്ല് പോലും തേക്കാതെ ബാൽക്കണി പോയി എന്തോ നോക്കി നിൽക്കുക. ബാ, ഫ്രഷ് ആയിട്ട്. ബാൽക്കണി വഴി താഴേക്ക് എന്നെ കെട്ടാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ അമ്മ വന്നില്ലേ, കുറച്ചേരം അമ്മ നോക്കിക്കോ. അതേതായാലും നന്നായി. ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നോ, അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് ആരും കെട്ടിക്കൊണ്ട് പോകുന്നു വിചാരിക്കേണ്ട. അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ. ഓ ആയിക്കോട്ടെ, എന്നെ ആരും കല്യാണം കഴിക്കേണ്ട, അതിലെനിക്കൊരു വിഷമവും ഇല്ല. എന്തായാലും അമ്മയുടെ മോന്റെ കല്യാണം ആദ്യം നടക്കട്ടെ. എന്റെ പൊന്നപ്പൂ, എന്ത് പറഞ്ഞാലും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ആ വായിക്കത്ത് സ്റ്റോക്ക് ആക്കി വച്ചിട്ടുണ്ടോ നീ. അതുകൊണ്ട് നിന്നോട് സംസാരിച്ച എന്റെ സമയം പോവും. തൽക്കാലം മോള് പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വാ, അമ്മ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓഹോ, അങ്ങനെയാണോ? ശരി അമ്മ, ഞാൻ പെട്ടെന്ന് പല്ലും തേച്ച് ഫ്രഷ് ആയിട്ട് വരാം. അമ്മ പോയി ചായ എടുത്ത് വെക്ക്. ആയിക്കോട്ടെ തമ്പുരാട്ടി, ഞാൻ പോയി ചായ എടുത്ത് വെക്കാം. അല്ലെങ്കിലും 12 മണിക്ക് മുമ്പ് എണീറ്റ എനിക്ക് എന്തോ ഒരു വല്ലായിക പോലെ. ഉറങ്ങാൻ പറ്റണ്ടേ, വല്ലാത്ത സ്വപ്നവും. എന്ത് വടി ഒറ്റയ്ക്ക് പുറത്തുകൊണ്ട് വരുന്ന? വന്നിരിക്കെ, കാപ്പി എടുത്ത് തരാം. പുറത്തല്ല, ഈ മുത്തശ്ശിയെ പറ്റി ആലോചിച്ചത്. ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര കാലം? ഒരു കൂട്ടൊക്കെ വേണ്ടേ? ഡീഡി അവിടെ ഇരിക്കി, ഞാൻ ചായ എടുക്കാം. ആക്ച്വലി ഞാൻ കാണുന്ന സ്വപ്നമൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അനി ഇതൊക്കെ ദുസ്വപ്നമാണ്. അതിൻ്റെ പിറകെ കുറെ പൂജയും കാര്യങ്ങളും എന്നെ ഇരിക്കാൻ വിടില്ല. ഞാൻ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആ തറവാട്, അത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നാട്ടിലാണല്ലോ, ഇവിടെ എങ്ങും അതുപോലത്തതില്ല. അവിടെ ഇനി ഞാൻ നാട്ടിൽ പോകേണ്ടി വരുമോ? ഈ സ്വപ്നത്തിൻ്റെ പിന്നിലെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നാട്ടിൽ പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ വയ്യ. നാട്ടിലേക്ക് ഇനി ഒരിക്കലും പോകില്ല എന്ന് ഞാൻ ശപഥം ചെയ്തതാ. ഇനി എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരുമോ? ചായ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് 1 മണിക്കൂറായി, അത് കണ്ടിട്ട് പോലുമില്ല. പകൽക്കിനാവ് അത്ര നല്ലതല്ല കുട്ടി. ഇനി ആരെങ്കിലും മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടോ എങ്കിൽ മുത്തശ്ശിയോട് പറ. ആരോടും ഞാൻ പറയില്ല. അത് ശരിയാ, ആരോടും പറയില്ല. മുത്തശ്ശിയോട് ഞാനൊരു കാര്യം പറയുന്നതും ഇന്നത്തെ പത്രത്തിൽ ഞാൻ ന്യൂസ് കൊടുക്കുന്നതും ഏകദേശം ഒരുപോലെയൊക്കെ. അതുകൊണ്ട് വേണ്ട. എന്താണ് രാവിലെ മുത്തശ്ശിയും കൊച്ചുമോളും തമ്മിലൊരു കശപിശ? തൽക്കാലം കല്യാണ ചെക്കനത് അറിയണ്ട. അത് ഞാനും മുത്തശ്ശിയും തമ്മിലുള്ളതാ. നീ ഇപ്പോൾ നിന്റെ കല്യാണത്തിന്റെ കാര്യത്തിനെ പറ്റി നോക്കിയാൽ മതി കേട്ടോ. അതിനെപ്പറ്റി നോക്കിയിട്ട് എനിക്ക് കാര്യമില്ലെന്നാ തോന്നുന്നത്. നീയൊക്കെ കാരണം അത് ഏകദേശം ഒരു തീരുമാനമായി. അതെന്താനു അങ്ങനെ ഒരു വർത്താനം? ഇന്നലെ വരെ ഞാൻ ഭദ്രയെ വിളിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, എന്ത് പറ്റിയടാ? ഞാൻ പറയാം, തറവാട്ടില് സംസാരം ഉണ്ടായി അത്രേ. ഇവള് നാട്ടിലോട്ട് പോകാത്തത് കൊണ്ട് അവിടെ നിന്ന് എല്ലാരും ഇങ്ങോട്ട് വരണ്ടേ കല്യാണത്തിന്. പക്ഷേ കണ്ണൻ ഇങ്ങോട്ട് വരില്ല എന്ന് വാശിയില്ല. ദർശുവാണെങ്കിൽ രാവിലെ മുതൽ ഭയങ്കര സങ്കടത്തിലാണ്. അവളുടെ ഏട്ടൻ പങ്കെടുക്കാതെ അവൾക്ക് സമാധാനമായിട്ട് വന്നിരിക്കാൻ പറ്റുമോ കല്യാണ മണ്ഡപത്തിൽ? എന്റെ വാശി കളഞ്ഞിട്ട് ഏട്ടന്റെ കല്യാണത്തിന്റെ പേരിൽ നാട്ടിൽ പോയിട്ട് ഞാൻ കാണുന്ന സ്വപ്നത്തിനെ പറ്റിയും ആ തറവാടിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കിയാലോ? അപ്പോ മോളെ, ഇനി നിനക്ക് വാശിയാണോ അച്ഛൻ്റെ തറവാട്ടിലേക്ക് വരില്ല എന്ന്? അതിന് മാത്രം എന്താ അവിടെ ഉണ്ടായ നിന്നെ വേദനിപ്പിക്കാൻ? ഏട്ടന്റെ കാര്യം ആലോചിച്ചെങ്കിലും നിനക്ക് അവിടെ വരെ ഒന്ന് വന്നൂടെ? അവിടെ നീ സ്ഥിരമായിട്ട് നിൽക്കണ്ട. ഏട്ടന്റെ കല്യാണം കൂടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാ. അച്ഛൻ്റെ കൂടെ വരുമോ നീ അങ്ങോട്ടേക്ക്? അച്ഛ വേണ്ട, എൻ്റെയും ദർശനയുടെയും കാര്യത്തിൽ വെറുതെ കണ്ണനെയും ഇവളെയും കമ്പൽ ചെയ്യണ്ട. കല്യാണം കുറച്ചുകൂടെ മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്ക് പിന്നീടൊരു തീരുമാനം എടുക്കാം. എന്റെ പേരും പറഞ്ഞ് ആരും കല്യാണമൊന്നും മാറ്റി വെക്കണ്ട. ഇപ്പൊ എന്താ, തറവാട്ടി വെച്ച് കല്യാണം നടത്തണം, അത്രയല്ലേ ഉള്ളൂ. നടന്നോട്ടെ, ഞാൻ തറവാട്ടിലോട്ട് വരാം. അപ്പു തന്നെയാണോ ഈ പറഞ്ഞത്?
അപ്പോ സത്യമാണോ നീ പറയുന്ന? തറവാട്ടിലേക്ക് നീ വരുവോ? അച്ഛൻ അവിടെയുള്ള എല്ലാവരെയും വിളിച്ച് പറയട്ടെ, അപ്പം ഞങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വരുമെന്ന്. അപ്പോൾ നിനക്ക് വരാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് എനിക്ക് വേണ്ടിയാണ് നീ വരുന്നതെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പോകണ്ട അങ്ങോട്ടേക്ക്. ഞാൻ എടുക്ക പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന്. എന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ ടിക്കറ്റ് ഇട്ട് നാട്ടിൽ പോവാ. അത് ശരി അച്ഛ, ഞാൻ നാളത്തെ ട്രെയിൻ തന്നെ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവളുടെ മനസ്സ് മാറിയാൽ ചിലപ്പോൾ എൻ്റെ കല്യാണം തന്നെ മുടങ്ങിപ്പോവും. മഹി വിളിച്ചിരുന്നു, അപ്പു സമ്മതിച്ചു. അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പോവുക. അപ്പോ കല്യാണം ഇവിടെയുള്ളവർ തീരുമാനിച്ച പോലെ നമ്മുടെ തറവാട്ടിൽ തന്നെയാ. മായി എന്നെ നേരം വെളുക്കുന്നതിന് മുന്നേ വിളിച്ചിരുന്നു. എന്നിട്ട് ആദ്യം പറഞ്ഞ വാർത്ത ഏതായിരുന്നു? അപ്പോ തറവാട്ടിലോട്ട് തിരിച്ചു വരുന്നൂന്ന്. സത്യമായിട്ടമ്മേ, ആദ്യം അനുവട്ടം പറഞ്ഞപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കള്ളം പറയാ എന്നെ പറ്റിക്കുന്നെന്ന് കരുതി. പക്ഷെ ശരിക്കും അവളിങ്ങോട്ട് വരുക. അവളുടെ അനുവട്ടന്റെ കല്യാണത്തിന് തറവാട്ടിൽ വരാന്ന് അവളെല്ലാവർക്കും വാക്ക് കൊടുത്തു അത്രേ. കൊറേ വർഷങ്ങൾ കഴിഞ്ഞ് അവളിങ്ങോട്ട് വരുമല്ലേ. അവളെ കാണണമെങ്കിൽ നമ്മളൊക്കെ അവിടെ പോയല്ലേ കാണാറ്. ഇനിയിപ്പോ ഇങ്ങ് വരുമല്ലേ. സത്യം പറഞ്ഞ കല്യാണത്തിന് കുറച്ചു ദിവസം മുന്നേ ഇങ്ങ് വരാന്ന മഹിയൊക്കെ വിചാരിച്ച. പക്ഷേ അപ്പുന്റെ സ്വഭാവമല്ലേ എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അനു നാളത്തേക്ക് എന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പുവിൻ്റെ സ്വഭാവം ഇത്ര മോശമാവാൻ കാരണം നിങ്ങളൊക്കെ തന്നെ. അവളെ കുഞ്ഞുനാളിലെ എടുത്ത് തലയിൽ വെച്ച് അവളുടെ വാശിയൊക്കെ സാധിപ്പിച്ചു കൊടുക്കണുണ്ടോ ഇങ്ങനെയൊക്കെ. കണ്ണ വേണ്ട കേട്ടോ. അവള് കുറെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. ഇനി ഇവിടെ വെച്ച് രണ്ടുപേരും കൂടെ അടി ഉണ്ടാവരുത്. അമ്മയ്ക്ക് വാക്ക് തരണം അപ്പനോട് അടി ഉണ്ടാക്കില്ലാന്ന്. ഇത് പൊന്നു പത്രി, ഇപ്പോഴും അടിയുണ്ടാക്കാൻ ഇവരെന്താ കൊച്ചു പിള്ളേരാണോ? പിള്ളേരൊക്കെ വലുതായി 10-25 വയസ്സാവാറെ. അപ്പോഴാ നിന്റെ ഉപദേശം. കണ്ണനും അപ്പവും ഇപ്പോഴും പറഞ്ഞ കുട്ടിയല്ല. അനുവും ദർശനവും പോലെ അവരും വലുതായി. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലടാ കണ്ണ, സമയം ഒരുപാടായില്ലേ, എല്ലാരും പോയി ഉറങ്ങിക്കോ. അതന്നെ, നാളെ ഇനി അവരുടെ വന്ന ഈ തറവാട്ടിലൊരു ബഹളം തന്നെ. ഏതായാലും ഇപ്പൊ ഒരുപാട് സമയമായില്ലേ. ഇങ്ങനെ സംസാരിച്ചു സമയം പോകുന്നറിയില്ല. എല്ലാരും പോയി ഉറങ്ങിക്കോ. മഹി, ഈ അപ്പവും കണ്ണനും എന്താ പറ്റിയ? കുഞ്ഞില് എന്ത് സ്നേഹമായിരുന്നു രണ്ടുപേരും. പെട്ടെന്ന് അവർക്ക് എന്താ പറ്റിയ? അപ്പു വാശി കാണിച്ച് ഇങ്ങോട്ട് വരാതിരിക്കാനും അവളോട് അങ്ങോട്ട് പോയി മിണ്ടില്ല എന്നും. അത് അവരുടെ കാര്യമല്ലേ. അവര് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവര് തന്നെ മിണ്ടിക്കോളും. നമ്മൾ വലിയ ആൾക്കാര് അതിലിടപെടാതിരിക്കുന്നതാ നല്ലത്. അപ്പു എന്തിനാ പിണങ്ങിയെന്ന് അപ്പുന് മാത്രമേ അറിയൂ. അവള് മിണ്ടുന്നവരെ ഞാൻ മിണ്ടില്ല എന്നുള്ള വാശിയിൽ കണ്ണനും. നമുക്കിതിലിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവര് വലിയ പിള്ളേരായില്ലേ. തൽക്കാലം അതൊക്കെ മാറ്റി വെച്ച് നമുക്കിപ്പോ കിടന്ന് ഉറങ്ങാം. വാ. ശരിയാ, പിള്ളേരങ്ങ് വലുതായി. ഇനിയിപ്പോ നമ്മൾ സംസാരിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവരുടെ ഇഷ്ടം പോലെ മിണ്ടുവോ പിണങ്ങോ? എന്താ മഹി ഇത്? സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണോ? അതെ, മോളുടെ കല്യാണം എടുക്കാറെ. അപ്പോഴും തീർന്നില്ല ഇത്. മോൾക്ക് കല്യാണമാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നതിന് എന്താ കുഴപ്പം? ഈ മഹി മരിക്കുന്നത് വരെ ഈ ഭദ്ര ഇങ്ങനെ സ്നേഹിക്കും. മനസ്സിലായോ? കിട്ടെ, എനിക്ക് നാളെ ഒരുപാട് പണിയുള്ളത്. ആൾക്കാരൊക്കെ വരുക. ആണോ? എന്നെ സ്നേഹിച്ചിട്ടൊക്കെ മതി ബാക്കിയുള്ള പരിപാടിയൊക്കെ. 20 വർഷങ്ങൾക്ക് ശേഷം നീ വീണ്ടും ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു അല്ലേ? ആരോടാ നിനക്ക് ഇത്ര വാശി? എന്നോടാണോ? ആ കുഞ്ഞു പ്രായത്തിൽ എന്തിനോ വേണ്ടി പിണങ്ങി ഇവിടുന്ന് പോയതാ. എന്തിനാ പിണങ്ങിയ, എന്തിനാ മിണ്ടാതിരിക്കുന്നേ ഒന്നും അറിയില്ല. നിനക്ക് ഏറ്റവും വലുത് നിന്റെ വാശിയല്ലേ. അമ്മ പറഞ്ഞ പോലെ കണ്ണൻ ഒന്നിനും വരില്ല, സംസാരിക്കാനോ മിണ്ടാനോ ഒന്നിനോ. നിനക്ക് എന്നോട് മിണ്ടാൻ തോന്നുമ്പോൾ വന്ന് മിണ്ടിക്കോ. എപ്പോഴും നിന്റെ വാശിയല്ലേ വലുത്. താരങ്ങളേന്തി രാഗതാളം തുടിക്കുന്ന രാവിൽ രാജകുമാരിക്കും ഗോപകുമാരനും മംഗല്യമായി പന്തലിട്ടു പൊന്മേഘം കണ്ണെഴുതി കാർമേ. ഭാനുമ്മ, ഞാനിപ്പോ പറഞ്ഞത് ഭാനുമ്മ എന്നല്ലേ? മരിച്ചത്? ഈശ്വര, ഞാൻ എന്തൊക്കെ തലയും വാലുമില്ലാതെ കാണുന്നത് ഒക്കെ കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഇതിൻ്റെ പിറകിലെ കഥ അതെനിക്കറിയണം. എൻ്റെ ഉറക്കം കടത്തുന്ന ആ സ്റ്റോറി എന്തായിരിക്കും? 20 വർഷത്തിന് ശേഷം അപ്പം നാട്ടിലേക്ക് പോവുക. കണ്ണേട്ടനോട് ഇനി ഒരിക്കലും മിണ്ടരുതെന്ന് കരുതിയതാ. നീ അറിയാ യാത്രയുണ്ടോ നീ
വീട്ടിൽ നിന്ന് വണ്ടി കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഒരവസാനം വേണം. മനസ്സ് വേറൊന്നിലോട്ടും പോവാതെ കാക്കണം. എങ്ങനെയുണ്ട് പുതിയ കുട്ടികളുടെ പരിശീലനമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ല മുത്തശ്ശ, പിള്ളേർ കളിക്കുന്നുണ്ട്. നമ്മൾ തമ്മിലൊന്ന് കമ്പ് കോർത്തിട്ട് കുറെ ആയില്ലേ? എന്നാ ഇന്ന് നമുക്കൊന്ന് തുടങ്ങാം. വാ. മുത്തശ്ശ, അത് വേണോ? മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ പ്രായം ഒരുപാടായി. പ്രായമായത് നിന്റെ അച്ഛൻ മഹേശ്വരന, എനിക്കല്ല. നീ വാ, നമുക്കൊന്ന് നോക്കാം. ആഹാ, അങ്ങനെ നമ്മൾ തറവാട്ടിലെത്താറായി. ഇതുവരെ എത്തിയില്ലേ? ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോ നീ വന്നിട്ട് ഒരുപാടായില്ലേ? ഇതൊക്കെ കണ്ട് നിനക്ക് എന്ത് തോന്നുന്നു? എൻ്റെ ഓർമ്മയിലുള്ള നാടും ഇപ്പോഴത്തെ നാടും ഒരുപാട് മാറി. വാവ്, സൂപ്പർ. കണ്ണ പൊളിക്കുവാണല്ലോ. അപ്പൊ ഇറങ്ങ. കണ്ണനും അപ്പവും ഒരുപാട് വർഷമായില്ലേ പരസ്പരം കണ്ടിട്ട്? അല്ല, നിങ്ങൾ വന്നപ്പോ ഇടിയും മിന്നലും കാറ്റുമൊക്കെ കൊണ്ടാണോ വന്നത്? നല്ല മഴക്കാറുണ്ടല്ലോ. വന്നവരോട് ഇങ്ങനെയാണോ പറയേണ്ട? വാ മക്കളെ, അവിടെ തന്നെ നിൽക്കണ്ട, അകത്തേക്ക് വാ. അച്ഛമ്മയ്ക്കും അച്ഛനും ഒരു മാറ്റവും ഇല്ലല്ലോ. അവര് മാത്രമല്ല, ഞങ്ങൾ ചിലരും ഇവിടെ ഉണ്ട്. അപ്പോ ഞങ്ങളെയും കൂടെ പരിഗണിക്കാം. എൻ്റെ പൊന്നമ്മ, അവര് വന്നതല്ലേ ഉള്ളൂ. വന്നപ്പോ തന്നെ ഇവിടെ വെച്ചാണോ സംസാരിക്കുന്നത്? അകത്തേക്ക് വാ. അല്ല, മഹിയില്ലേ? പുറത്തു പോയോ? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ മുത്തശ്ശനും കൊച്ചുമോനും കമ്പ് കോർക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കാലമായില്ലേ അതൊക്കെ കണ്ടിട്ട്. അപ്പോ കണ്ടിരിക്കുമ്പോഴായിരുന്നു നിങ്ങളുടെ കാറിന്റെ സൗണ്ട് കേട്ടത്. ഏതായാലും എല്ലാരും അകത്തേക്ക് വാ, ഇനി അവിടെ ഇരുന്ന് സംസാരിക്കാം. അതെ, എല്ലാരും അകത്തേക്ക് വാ, അവിടെ ഇരുന്ന് സംസാരിക്കാം. കണ്ണ, ഇന്നത്തേക്ക് ഇത്രയും മതി. നമുക്ക് വേറൊരു ദിവസം നോക്കാം. അവരോടൊക്കെ പറഞ്ഞിട്ട് നീ വേഗം വാ. ഇല്ല മുത്തശ്ശ, എനിക്കൊന്ന് കുളിക്കണം, എന്നിട്ട് ഞാൻ അകത്തേക്ക് വരാം. കണ്ണ, വേഗം വാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് വരണം കേട്ടല്ലോ. നീ ഫ്രഷായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ എത്തും. സത്യം പറയാലോ ഭദ്രേ, ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആ അപ്പൂൻ്റെ മനസ്സ് മാറുമെന്ന്. അതും ഇപ്പം പോണെങ്കിൽ പോവും, പിന്നെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ വണ്ടി കയറി. 2-3 മാസം മുന്നേ ഇങ്ങെത്തുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാനും മഹിയും അത് തന്നെയാ പറയുന്നത്. അപ്പോൾ അവസാനം വെച്ചെങ്കിലും വാശി മാറ്റി ഇങ്ങോട്ടേക്ക് വന്നല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് സന്തോഷം. ഇവിടെ നിന്ന് ഞാനന്ന് അജുൻ്റെ കൊടുത്തുവിട്ട തൈലം പുരട്ടി നോക്കിയോ? നല്ല കാലുവേദന എന്നല്ലേ പറഞ്ഞ. ഇപ്പോൾ എങ്ങനെയുണ്ട് കാല്? എൻ്റെ പൊന്നു കല്യാണി, ആ തൈലം കാരണം ഞാനിപ്പോൾ എനിക്ക് നടക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് അത് ആ സമയത്ത് അജുൻ്റെ കൊടുത്തു വിട്ടതിന്. ഇനി അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അവർക്ക് ഒരുപാട് വർഷത്തെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴത്തേക്കും അവര് ഭക്ഷണം എടുത്ത് വെക്കും. അത് മഹി പറഞ്ഞത് കറക്റ്റാ. അവരെ നോക്കി നിന്നാ നമ്മുടെ കാര്യമൊന്നും നടക്കില്ല. എന്തായാലും പിള്ളേരെ, നിങ്ങളും പോയി ഫ്രഷ് ആയിക്കോ. അനുവേട്ടനും അപ്പവും വാ, നിങ്ങളുടെ റൂം മുകളിലാണ്, ഞാൻ കാണിച്ചു തരാം. ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കാം. അപ്പോന് ഈ റൂം മതി. ഇതാകുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടും. ബാൽക്കണിയൊക്കെ ഉണ്ടല്ലോ. അനുവേട്ടന് അപ്പുറത്തെ റൂമാ. ആ റൂം അനുവേട്ടൻ മുന്നേ വന്നിട്ടുണ്ടല്ലോ, അങ്ങോട്ട് പൊക്കോ. ഞാൻ അപ്പോന് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. മുമ്പ് വന്നിട്ടുണ്ടെന്ന് കരുതി എനിക്കൊക്കെ മറന്നുപോയി. നീ വന്ന് എനിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാ? അനുവേട്ട, എൻ്റെ മുന്നിൽ വെച്ച് തന്നെ വേണോ ഇതൊക്കെ? ഏട്ടത്തി അനുവേട്ടനോട് ചെന്നോ, ഈ റൂമിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താ അനുവേട്ട ഇത്? അവളുടെ മുമ്പിൽ നാണം കെടുത്തുന്നു. നടക്കങ്ങോട്ട് വാ, റൂം കാണിച്ചു തരാം. അവക്കതൊക്കെ അറിയാം. നീ വാ, റൂമൊക്കെ ഒന്ന് നന്നായിട്ട് കാണിച്ചതാ. അതെ, കല്യാണം കഴിഞ്ഞിട്ടില്ല, അത് ഓർമ്മ വേണം. ഈ തറവാടിന് ഞാൻ ഇവിടുന്ന് പണ്ട് പോകുമ്പോൾ ഉള്ള അതേ മണമാണല്ലോ. അത് ഈ തറവാടിൻ്റെ കുളക്കടവല്ലേ? അത് കണ്ണേട്ടനല്ലേ ആ നിൽക്കുന്നത്? അന്ന് കണ്ടതിലും
കണ്ണേട്ടൻ ഒരുപാട് മാറി. വളർന്ന് വലിയൊരു പുരുഷനായി. എൻ്റെ ഉള്ളിലെ കണ്ണേട്ടൻ കുഞ്ഞു കുട്ടിയായിരുന്നു. ഈശ്വര, അകത്ത് കയറിപ്പോ. അപ്പോ മൈൻഡ് എങ്ങോട്ടും മാറരുത്, വന്ന കാര്യം നോക്കി പൊക്കോ. ആ കണ്ണം വന്നല്ലോ, ഇവരോട് ഇരുന്നോ. അമ്മ നിനക്കൂടെ ഭക്ഷണം എടുത്ത് വെക്കാം, കഴിച്ചിട്ട് മുകളിലോട്ട് പൊക്കോ. ഇല്ലമ്മ, എൻ്റെ കയ്യിൽ നനഞ്ഞ ഡ്രസ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് കൊണ്ടുവെക്കട്ടെ. വച്ചിട്ട് ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് ഞാൻ വേഗം വരാം. എന്നാ വേഗം ചെന്ന് മാറ്റിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. വാതിലാരാ തുറന്നിട്ടേക്കുന്ന? ഇതാരാ? ഇത് അപ്പു ആണോ? ഇതെന്താ എന്റെ റൂമില്? നിന്റെ റൂമോ? ഇതെന്റെ റൂമോ? ഒച്ച വെക്കാതെ. ഒച്ച വെക്കലേന്നോ? റൂമിനകത്ത് കയറി വരുമ്പോ അറ്റ്ലീസ്റ്റ് നോക്ക് ചെയ്യാൻ അറിയില്ലേ? നോക്കിയാനോ? എൻ്റെ റൂമിൽ കയറി നിന്നോട് ആരാ പറഞ്ഞ? പൂട്ടിക്കിടന്ന റൂം തുറന്ന് കയറിയിരിക്കുക. ഈ റൂമിനകത്ത് അങ്ങനെ ആരും കയറുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ അനുവാദമില്ലാതെ നീ ഇങ്ങനെ ഇതിനകത്ത് വന്നു? ഏട്ടത്തിയാ എനിക്ക് റൂം കാണിച്ചെന്ന. ഇത് കണ്ണേട്ടിന്റെ റൂമായിരുന്നോ? ഇവിടെ എന്താ ഒരൊച്ച കേട്ടെ? നിങ്ങൾ രണ്ടാളും ഇവിടെ എന്താ ചെയ്യുന്നേ? അതും നീ എന്താടി ഈ കോലത്തില്? ഞങ്ങൾ രണ്ടാളും എന്ത് ചെയ്യാൻ? അല്ല, നീയാണോ ഇവൾക്ക് ഈ റൂം കാണിച്ചു കൊടുത്തത്? ഇത് എൻ്റെ റൂമാണെന്ന് നിനക്കറിയില്ലേ? കണ്ണേട്ട, ഞാൻ ഈ റൂമല്ല, ഇതുമായിട്ട് ചേർന്നല്ല അപ്പുറത്തെ റൂമാ കാണിച്ചു കൊടുത്ത. ഇവൾക്ക് മാറിപ്പോയെന്ന് തോന്നുന്നു. ഈശ്വര, എനിക്ക് മാറിയതാണോ? നാണം കിട്ടല്ലോ. ഏതായാലും ഇനി കല്യാണത്തിന് അധികം നാളില്ലല്ലോ, 2-3 മാസമല്ലേ ഉള്ളൂ. നമുക്ക് രാമാണിയനെ കണ്ട് പിള്ളേരുടെ ജാതകം നോക്കി നല്ലൊരു തീയതി ഫിക്സ് ചെയ്യണം. നമ്മുടെ തറവാട്ടിലെ എല്ലാ കാര്യവും രാമാണിയനെ നോക്കുന്ന, അയാളെ കൊണ്ട് നമുക്ക് ഇതും ചെയ്യിപ്പിക്കാം. നാളെ അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് പോവാം, പിള്ളേരുടെ ജാതകവും കൊണ്ട്. പറഞ്ഞത് ശരിയാ. അദ്ദേഹം നോക്കിയാലേ നമുക്കൊരു സന്തോഷമാവുള്ളൂ. പിന്നെ അമ്പലത്തിലെ പരിപാടി നാളെ നമുക്ക് എല്ലാവർക്കും അതിനെ പോവാം. എല്ലാവരുമായിട്ട് ഒരുമിച്ച് അവിടെ പോയി കുറേ ആയില്ലേ. അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്നാ നാളെ ഞങ്ങളുടെ വാ. അതൊക്കെ നിൽക്കട്ടെ, നമുക്ക് ജാതകം നോക്കുന്ന കൂട്ടത്തില് അപ്പൂന്റെയും കണ്ണന്റെയും കൂടെ ഒന്ന് നോക്കാം. എന്റെ ജാതകം എന്തിനാ? ഓ എന്റെ പിള്ളേരെ, നിങ്ങൾ എന്നോട് നോക്കി കെട്ടിക്കാനല്ല, ജാതകം നോക്കാനാ. നല്ല സമയമാണെന്ന് അറിയണ്ടേ? പറഞ്ഞത് ശരിയാ. അപ്പൂന്റെയും കണ്ണന്റെയും ജാതകം കുഞ്ഞിലെ എപ്പോഴും നോക്കിയതല്ലേ? അത് ശരിയാ, ജാതകം എന്തായാലും നോക്കണം. ഒരുപാട് കാലമായില്ലേ ജാതകമൊക്കെ നോക്കിയിട്ട്. എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്കി അതിന് പരിഹാരവും ചെയ്യാലോ. അത് മഹി പറഞ്ഞത് ശരിയാ. ഇപ്പൊ നോക്കി ഇനി ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് എപ്പോഴാ നോക്കുക. അതുകൊണ്ട് എല്ലാവരുടെ ജാതകവും ഒന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാ തറവാടിന് ജീവൻ വെച്ചത്. അമ്പലവും കല്യാണവും ഉത്സവവും ജാതകം നോക്കലും ഇതൊക്കെ ആകുമ്പോ കുടുംബം മൊത്തം ഒരിടത്താകുമ്പോ അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ? അത് ഭദ്ര പറഞ്ഞത് കറക്റ്റാ. അവിടെ ഒറ്റപ്പെട്ട പോലെ ഞങ്ങളും ഇവിടെയും നിങ്ങള് എല്ലാം കൂടെ ഒരിടത്താകുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ? പക്ഷേ 3 മാസം കഴിഞ്ഞ് തിരിച്ചു പോണ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം. പൊന്നുമായി വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പോകുന്ന കാര്യം പറയാൻ തുടങ്ങിയോ? അതൊക്കെ പോട്ടെ, രാത്രി ഒരുപാടായി, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കേ. പിന്നെ നാളെ അമ്പലത്തിലെ പരിപാടി രാത്രിയാ, അപ്പൊ പിന്നെ ഉറങ്ങാൻ തീരെ പറ്റില്ല. പറഞ്ഞ ശരിയാ, എല്ലാരും ഉറങ്ങിക്കോ. നാളെ തൊട്ട് നമുക്ക് ഓരോ പണികളില്ലേ ചെയ്ത് തീർക്കാൻ. എല്ലാരും കിടന്നോ പോയി. ഇവരൊക്കെ ഓരോ ജോലിയിൽ തിരക്കായിരിക്കും. ഈ സമയം നോക്കി ഈ നാട്ടിൽ നിന്ന് ആ തറവാട് കണ്ടുപിടിക്കണം. അതെവിടെയായിരിക്കും? ഏട്ടത്തേക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും. ഏട്ടത്തെ വിളിച്ചുകൊണ്ട് ജസ്റ്റ് നാട് കാണാൻ പോകുന്ന പോലെ ഒന്ന് പോയി നോക്കാം. ആ തറവാട് കണ്ടു കിട്ടിയാൽ അതിനകത്തുണ്ടാവും എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും. അധികം സമയമില്ല, അതിനു മുന്നേ എനിക്കിതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ഞാൻ കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോയെന്ന് ഞാൻ കണ്ടുപിടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര മാസമായി ഇങ്ങനൊന്നും മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് നാളെ എല്ലാത്തിനും ഒരു തീരുമാനമാക്കണം. അജു, നീ ശ്രദ്ധിച്ചില്ലേ? എല്ലാവരും നന്നായിട്ട് സംസാരിക്കും, അപ്പവും കണ്ണനും മാത്രം ഒന്നും മിണ്ടില്ല. അവരുടെ ഉള്ളിലെ പിണക്കം ഈ കാലത്തൊന്നും തീരുന്നു എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നുമായി, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കുറച്ച് ടൈം എടുക്കും. 3 മാസം ഇവിടെ ഇല്ലേ, അപ്പത്തേക്ക് അവര് പഴയ പോലെ കൂട്ടായിക്കോളും. നീ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ചേ. കൂട്ടായാൽ മതിയായിരുന്നു. സദാ പാലയ സാരസാക്ഷി സദാ
ഇന്നത്തെ ഭക്ഷണം ഏതാണ്ട് ഓക്കെ ആയില്ലേ? ഇനി മക്കളെയൊക്കെ വിളിച്ച് ആഹാരം കഴിക്കാൻ എടുത്താ. മക്കളൊക്കെ വന്നു, എന്നാ അവള് മാത്രം വന്നില്ല. അപ്പു ഇപ്പോഴും കിടന്നുറങ്ങുന്നുണ്ടാവും. ഈ കുട്ടി നേരത്തിനും കാലത്തും എണീക്കുകയില്ല. അതിപ്പോ ഞാൻ തന്നെ പോയി ചവിട്ട് കൊടുക്കണം, അല്ലാണ്ട് അവൾ എണീക്കില്ല. ഞാൻ പോയി നോക്കട്ടെ. നീയില്ലാ ജന്മമുണ്ടോ, നീ അറിയാ യാത്രയുണ്ടോ, നീ അണയും രാവു തേടി ഞാനിവിടെ കാത്തു നിൽക്കാം. പോയി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതെൻ സ്വരം. ഞാനിപ്പോ കണ്ടത് കണ്ണേട്ടനല്ലേ? കണ്ണേട്ടൻ എന്താ ആവേശത്തില്? ആ, കണ്ണു തുറന്ന് കിടക്കുവാനടി കള്ളി. താഴോട്ട് എണീറ്റ് വരാൻ അറിയില്ലേ നിനക്ക്? എല്ലാവരും കാത്തിരിക്കാം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എണീറ്റ് ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ, എല്ലാവരോട്ടും ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇത് ബാംഗ്ലൂരല്ല ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ. ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നാ കഴിക്കുന്ന. നീയും വാ. ഓ എൻ്റെ അമ്മ, ഞാൻ വരാം. അമ്മ ഒന്ന് പോയി തരുമോ? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ സ്വപ്നങ്ങളിൽ കണ്ണേട്ടനെ കാണേണ്ട കാര്യം എന്താ? ഞാൻ കാണുന്ന സ്വപ്നവും കണ്ണേട്ടനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതെങ്ങനെയൊന്നും മനസ്സിലാക്കാം. എവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത്? എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. എല്ലാത്തിനും ഒരു ഉത്തരവേ ഉള്ളൂ, ആ തറവാട്. അതെൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ അതെവിടെ? ഞാൻ എങ്ങനെ അതിലേക്ക് എത്തും? ഇവിടെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ പറ്റില്ല. ഇതുവരെ ഫ്രഷ് ആയില്ലേ നീ? നിന്നെ കാത്തിരുന്ന് അവരൊക്കെ ഭക്ഷണം കഴിച്ചു. ബാ, നിനക്കുള്ളത് ഞാൻ എടുത്തു തരാം. ഏട്ടത്തിയോട് കാര്യം പറഞ്ഞാലോ? എൻ്റെ പൊന്നപ്പൂ, എന്താലോചിച്ച് നിൽക്കുക? ബാ, ഞാൻ ഭക്ഷണം എടുത്ത് തരാം, കഴിക്കണ്ടേ? ഏട്ടത്തി, എനിക്ക് വിശപ്പില്ല. എനിക്ക് ഇവിടെ അങ്ങ് ബോറടിക്കുക. നമുക്ക് ഈ നാടൊക്കെ കാണാനൊന്ന് പുറത്തു പോയാലോ? അതാണോ നിന്റെ കാര്യം? ബോറടി മാറ്റാൻ നമുക്ക് പുറത്തു പോവാം. അതിനെന്താ, നീ റെഡി ആയിട്ട് വാ. ശരിക്കും പോവാവോ? പറ്റിക്കുന്നല്ലോ. ഇല്ല പെണ്ണെ, നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, ഞാനും വരാം. ആ, എന്നാ ഒറ്റ സെക്കൻഡ്, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. തലക്കാത്തിരുന്നോ, ഞാൻ ഇപ്പം എത്തും. എൻ്റെ പൊന്നപ്പൂ, ഒന്ന് വേഗം വാ. കണ്ണേട്ടൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നിന്നെ എനിക്ക് പുറത്തിറക്കണം. ഈ കൊലത്തിലെങ്ങാനും കണ്ണേട്ടൻ കണ്ട പിന്നെ അത് മതി. നമുക്ക് രണ്ടാൾക്കും പുറത്തു പോകാൻ പറ്റില്ല. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഇത് നോർമലായിട്ട് എല്ലാവരും ഇടുന്നതല്ലേ. കണ്ണേട്ടൻ കണ്ട എന്ത് കുഴപ്പം? ഞാൻ പറഞ്ഞോളാം. ഈശ്വര, കണ്ണേട്ടനാണല്ലോ ഇന്ന് പോവാൻ പറ്റിയതുപോലെ തന്നെ മോളെ. എൻ്റെ പൊന്നേട്ടത്തി, ഈ ഡ്രസ്സ് ഞാനല്ലേ ഇട്ടേക്കുന്ന, കണ്ണേട്ടനല്ലല്ലോ. പിന്നെന്താ, ഏട്ടത്തി നടക്ക് ബാ. ദർശു, നീ എന്താ പുറത്ത് പോവാണോ? എന്താ ഇവിടെ കയറി നിൽക്കുന്നത്? അത് കണ്ണേട്ടാ, അപ്പൂന് ഇവിടേക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി, അതാ ഞങ്ങളിവിടെ. ഈ കോലത്തിലാണോ ഇതിനെയും കൊണ്ട് നീ പുറത്തോട്ട് പോകുന്ന? ആൾക്കാർ കണ്ട കോളിയാക്കി ചിരിക്കും. നല്ലതെന്തെങ്കിലും എടുത്തിടാൻ പറ. ഇതൊരു ജസ്റ്റ് സ്ലീവ്ലെസ് ഡ്രസ്സ്, ഇതിനെന്താ കുഴപ്പം? ഇതെല്ലാവരും നോർമലായിട്ട് ഇടുന്നതാ. ഇതിൽ അത്ര ബോറൊന്നും ഞാൻ കാണുന്നില്ല. ഏട്ടത്തി വാ, നമുക്ക് പോവാം. ഏട്ടത്തി വരുന്നില്ല. ഈ കോലത്തിൽ നിന്നെ എന്തായാലും ഞാൻ പുറത്തിറക്കില്ല. ഇത് മംഗലംകുന്ന് തറവാടാ. ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് നാണോ മാനോ ഒക്കെ ഉണ്ട്. നിന്നെ പോലെ അല്ല. ഒരു വൃത്തിയിട്ട കോലത്തിൽ അവൾ നാട് കാണാൻ പോവുക, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഇങ്ങനത്തെ കോലം കെട്ടി നീ അങ്ങ് ബാംഗ്ലൂരിൽ നടന്നാൽ മതി. ഇവിടെ വേണ്ട. ഏതായാലും ഈ ഡ്രസ്സിൽ നിന്നെ ഞാൻ പുറത്തു പോകാൻ സമ്മതിക്കില്ല. അതിനിപ്പോൾ ആരെന്ത് പറഞ്ഞാലും. ഏട്ടാ, എന്തിനാ വെറുതെ വാശി പിടിക്കുന്ന? അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇട്ടോട്ടെ, നമുക്കെന്താ? അവൾക്കത് കുഴപ്പമില്ലെങ്കിൽ അവൾക്കത് കുഴപ്പമില്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. ഈ തറവാട്ടിൽ നിന്ന് ഈ കൊല്ലത്തിലാരും ഇവിടുന്ന് പുറത്തു പോകില്ല. അതൊക്കെ അവളുടെ നാട്ടിൽ മതി. ഇത് നമ്മുടെ സ്ഥലമല്ലേ. എനിക്ക് തറവാട് കണ്ടുപിടിക്കാനാ പുറത്തു പോയേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതിന് ഞാൻ മറുപടി തന്നേനെ. തൽക്കാലം അടി വെക്കാൻ നിൽക്കണ്ട, അത് നല്ലതല്ല. പ്രശ്നം സോൾവ് ചെയ്തതാണ് നല്ലത്. ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ അകത്ത് കയറിപ്പോടി. ഈ കോലം കാണുമ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞ് വരുന്നുണ്ട്. ഛേ, അധികം അങ്ങോട്ട് ചൊറിയണ്ട. ഇപ്പം ഞാനിത് മാറ്റുക. ആവശ്യം എൻ്റെതായിപ്പോയി. പക്ഷേ കണ്ണേട്ടൻ എഴുതി വെച്ചോ, ഇതേ ഡ്രസ്സിട്ട് കണ്ണേട്ടൻ്റെ കൂടെ ഞാൻ ഈ നാട് മൊത്തം നടക്കും. അന്ന് കണ്ണേട്ടന് ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. ഇത് അപ്പോ പറയുന്ന, നോക്കിക്കോ. ഏട്ടത്തി, ഞാനൊന്ന് മാറ്റിയിട്ട് വരാം, വെയിറ്റ് ചെയ്യ്. ശരിയാക്കി തരാൻ ഞാൻ. സാരി എടുത്ത് കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ പോകും, നോക്കിക്കോ. കാനുണ്ണ കല്യാണം ഏമന്നതി സ്വയംവരം മനോഹരം രാനുണ്ണ വൈഭോഗം ഇടുവണ്ടിതി പ്രതീക്ഷണം മറോ
ബാ ഇനി നമുക്ക് പോവാലോ. പോവാം, ബാ. ഇവള് സാരി എടുത്തപ്പോൾ ആളങ്ങ് മാറിപ്പോയല്ലോ. തരമുന പാട്ടുക കരകനി പാട്ട്. എൻ്റെ പൊന്നപ്പൂ, രാവിലെ നമ്മൾ ഇറങ്ങിയതാ, ഇപ്പൊ വൈകുന്നേരമായി. ശരിക്കും പറ, നിനക്ക് എന്താ കാണേണ്ട? ഈ കാണിച്ചൊന്നും നിനക്ക് ഇഷ്ടമായില്ല. ശരിക്കും നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അതെന്നോട് പറ, കേക്കട്ടെ. അത് ഏട്ടത്തി, എന്താന്ന് വെച്ചാല് ഈ ഗ്രാമങ്ങളിലൊക്കെ പഴയ തറവാടൊക്കെ കാണൂലേ, അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമല്ലേ. എനിക്കതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ. നമ്മൾ പോയെടുത്തൊന്നും അങ്ങനെയൊന്നും കണ്ടില്ല. ഇപ്പൊ ഇവിടെ തറവാടായിട്ട് നിൽക്കുന്നത് നമ്മൾ താമസിക്കുന്ന തറവാടില്ലേ, അത് തന്നെ. ബാക്കിയുള്ളവരൊക്കെ കുടുംബങ്ങളൊക്കെ പിരിയുമ്പോൾ ഷെയറൊക്കെ പോയി അവര് ചെറിയ ചെറിയ വീടാക്കൂലേ. നമ്മുടേതാ ഇപ്പൊ ഇവിടെ തറവാടായിട്ട് നിൽക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ അത് എന്നെ ഇരുന്ന് കണ്ടാ പോരെ. ഇതിനാണോ ഇത്രയും നടത്തിപ്പിച്ചത്? നമ്മുടെ തറവാട്ടില് ആൾക്കാർ താമസിക്കുന്നില്ലേ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹൊറർ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഈ പൂട്ടിക്കിടക്കുന്ന തറവാട് അങ്ങനത്തെയൊക്കെ ഇല്ലേ, എനിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ. അതാ ഞാൻ. അത് കാണാനാണോ നീ ഇവിടെ വരെ എന്നെ കൊണ്ടുവന്നത്? ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരില്ലായിരുന്നോ? നമ്മുടെ പഴയ തറവാടില്ലേ, അത് ഏകദേശം നീ പറഞ്ഞ ലുക്കാ ഇപ്പൊ കാണാൻ. വെറുതെ എന്നെ ഇവിടെ വരെ കൊണ്ട് നടത്തിപ്പിച്ച് അവള് പറഞ്ഞിട്ടുമില്ല. മനുഷ്യൻ മൊത്തം നടന്ന് തളർന്നു പോയി ഈ ചൂടത്ത്. നമുക്ക് പഴയ തറവാടുണ്ടോ? ഞാനത് കണ്ടിട്ടില്ലല്ലോ. അതെവിടെയാ? നമുക്കൊന്ന് പോയാലോ? ഏട്ടത്തി പ്ലീസ്, എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകും. എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാ. ഞാൻ അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല. നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോവാം. അതെവിടെ? അത് നമ്മുടെ തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാ. ഇത് നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നടക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അവിടെ ഇപ്പം പോകാൻ പറ്റില്ല. വൈകുന്നേരമൊക്കെ പോയാൽ മുത്തശ്ശൻ നല്ല ചീത്ത പറയും. അങ്ങോട്ട് അസമയത്തൊന്നും ആരും പോകാൻ പാടില്ലെന്നാ പറയല്. എനിക്ക് പുറത്തുനിന്ന് കാണിച്ചു തന്നാൽ മതി. അസമയത്ത് പോകാൻ പാടില്ലേ? അതെന്താ? അത് പണ്ടവിടെ ഒരുപാട് ദുർമരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത്രേ. കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല. അമ്മ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. മുത്തശ്ശൻ ചീത്ത പറഞ്ഞത് കേട്ട് പിന്നെ അമ്മ അങ്ങോട്ട് പോകാറില്ല. പക്ഷേ താക്കോലുണ്ട്. ഞങ്ങളാരും തൊടാൻ സമ്മതിക്കില്ല. നിനക്ക് കാണണമെങ്കിൽ നാളെ നമുക്ക് അവിടെ പോവാം. പുറത്തുനിന്ന് കാണിച്ചു തരാം. അങ്ങനെയാണോ? നമ്മുടെ തറവാടിൻ്റെ അടുത്തല്ലേ, നമുക്ക് പോകുന്നവര് കാണാൻ പറ്റില്ലേ? പക്ഷേ മുത്തശ്ശൻ കണ്ട ചീത്ത പറയും. ഞാൻ നിനക്ക് പുറത്തുനിന്ന് കാണിച്ചു തരാം. പക്ഷെ ആരോടും പറയരുത് ഞാനാ കാണിച്ചു തന്നെന്ന്. ആരെങ്കിലും അറിഞ്ഞാൽ എന്നെ കൊല്ലും. അങ്ങോട്ടൊന്നും നമ്മളോട് പോവരെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആരോടും പറയില്ല. നമുക്ക് ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. ഏട്ടച്ചിനെ പേടിക്കല്ലേ, ഞാനില്ലേ കൂടെ. ഞാൻ ആരോടും പറയില്ല. പക്ഷെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. നടക്ക്. ഇനിയിപ്പോ ഈ വന്ന വഴിയൊക്കെ നടന്ന് വീട്ടിലെത്തണ്ടേ? പോകുന്ന വഴി ആരുമില്ലെങ്കിൽ ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പോ ആരുമില്ലാത്തപ്പോൾ ഒറ്റയ്ക്കൊന്നും അങ്ങോട്ട് പോകരുത്. മുത്തശ്ശൻ അറിഞ്ഞാൽ അറിയാലോ. ബാ നടന്നേ, നമുക്കിനി ഇവിടെ നിൽക്കണ്ട. ഒരുപാട് താമസിച്ച വീട്ടുകാരെ തേടിയെത്തും. ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം. ഞാൻ ആരോടും പറയേയില്ല. ഏട്ടത്തി ഇങ്ങനെ പേടിക്കല്ലേ. നമ്മൾ പെൺകുട്ടികൾ കുറച്ച് ധൈര്യമായിട്ടിരിക്കണ്ടേ? ഏട്ടത്തി ബാ. ധൈര്യം ഈ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കാ മോളെ. അതുകൊണ്ട് നീ വാ, നമുക്ക് പോവാം. അപ്പോൾ മുത്തശ്ശനൊന്നും ഇവിടെയൊന്നും ഇല്ലല്ലോ. കണ്ട ചീത്ത പറയും അങ്ങോട്ട് പോകുന്നതിന്. ഒച്ച ഉണ്ടാക്കാതെ എൻ്റെ കൂടെ വാ. ഈശ്വര, ആരും കാണല്ലേ അങ്ങോട്ട് പോകുന്ന. അച്ഛൻ ഇവിടെ ഇല്ല, അകത്താ. ബാ നമുക്ക് പോവാം. സാധാരണ ഈ ഉമ്മർത്ത് കാണേണ്ടത്. അകത്തായത് നിന്റെ ഭാഗ്യം. ഒച്ച ഉണ്ടാക്കാതെ എൻ്റെ കൂടെ പതുക്കെ വാ. അപ്പോ ഇതാ ഞാൻ പറഞ്ഞ ആ പൂട്ടിക്കിടക്കുന്ന തറവാട്. പെട്ടെന്ന് നോക്ക്. ഈശ്വര, ഇത് എന്റെ സ്വപ്നത്തിൽ വരുന്ന അതേ തറവാടല്ലേ? അവസാനം നീ ഞങ്ങളിലേക്ക് തന്നെ എത്തി. ഇവിടെ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഒക്കെ കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിലും ഒരു പൂർണ്ണത ഉണ്ടാവും. അപ്പോ നീ എന്താ അകത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന? വാ, കാണണമെന്ന് പറഞ്ഞ് കാണിച്ചു തന്നില്ലേ? ഇനി നമുക്ക് പോവാം. വാ. ഏട്ടത്തി ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടോ? അല്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ല. നീ എന്താ പെണ്ണെ, എന്നെ പേടിപ്പിക്കുകയാണോ ഓരോന്നും പറഞ്ഞ്? ഞാൻ ആരും സംസാരിക്കുന്നൊന്നും കേട്ടില്ല. ദേ അപ്പോ കളിക്കല്ലേ, ഇതൊക്കെ പണ്ടുള്ളവരുടെ വിശ്വാസങ്ങളാ. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഏട്ടത്തി ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. നമുക്ക് പോവാം, വാ. ദേ, അങ്ങനെ ഒരു തറവാട് ഞാൻ കാണിച്ചു തന്നോ, നമ്മളവിടെ പോയെന്നോ ഇവിടെ ആരടുത്തും അറിയാതെ പോലും പറയരുത് കേട്ടല്ലോ. അറിഞ്ഞാ അവരൊക്കെ എന്നെ കൊല്ലും. എന്റെ പൊന്നെടത്തി, ഞാൻ ആരോടും പറയില്ല. ഒന്ന് വാ, നമുക്ക് പോവാം. ഞാൻ സ്വപ്നത്തിലും മരിച്ചതായിട്ട് കണ്ട ഭാനുവല്ലേ എന്നോട് സംസാരിച്ച? അതിൻ്റെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞ?
അത് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ലൈഫിൽ പൂർണ്ണത വരുമെന്ന് എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏതായാലും ആ തറവാട്ടിൽ കയറണം. അമ്മയുടെ അലമാരിയിൽ നിന്ന് ആ താക്കോല് എങ്ങനെയെങ്കിലും എടുക്കണം. അത് ശരി, അപ്പോൾ നീ ഇപ്പോഴും ഇവിടെ കിടക്കുവാണോ? എൻ്റെ പൊന്നപ്പോ, കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. അമ്പലത്തിൽ പോണ്ടേ? അവിടെ പരിപാടി തുടങ്ങാറായി, എല്ലാവരും റെഡിയായി. നീ മാത്രം ഇങ്ങനെ പോ, ചെല്ല്. മുത്തശ്ശി, ഞാൻ വരുന്നില്ല. എനിക്ക് വയറുവേദന എടുക്കുക. വരുന്നില്ലെന്നോ? അപ്പോൾ കളിക്കല്ലേ, മര്യാദയ്ക്ക് റെഡിയായി വന്നേ. എന്തു പറ്റി നിനക്ക് പെട്ടെന്നൊരു വയറുവേദന? അത് മുത്തശ്ശി, എനിക്ക് പെട്ടെന്ന് പീരീഡ്സ് ആയി. ഡേറ്റ് വന്നാൽ അറിയാലോ, നല്ല സ്റ്റൊമക് പെയിൻ ഉണ്ട്. ഇതും വെച്ച് ഞാൻ എങ്ങനെ അമ്പലത്തിൽ വരാനാ? പീരീഡ്സ് ആയ അമ്പലത്തിൽ കയറാൻ പാടില്ലല്ലോ. വയ്യാണ്ടായോ കുട്ടി? ഈ ഇടയ്ക്കല് വയ്യാണ്ടായത് പിന്നെയും വന്നോ? ആ മുത്തശ്ശി, എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ നോക്കിയപ്പോൾ വീണ്ടും വയ്യാതായി. ഞാൻ എന്ത് ചെയ്യാനാ? സാരില്ല മോളെ, അത് വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് വന്നതല്ലേ, നിനക്ക് ശീലമില്ലാത്തതല്ലേ, അതുകൊണ്ടായിരിക്കും പിന്നെയും വന്നത്. കുഴപ്പമില്ല, വയറുവേദന ഉണ്ടെങ്കിൽ നീ കിടന്നോ. അവരോട് ഞാൻ പറഞ്ഞോളാം, മോള് പോയി കിടന്നോ. എനിക്ക് അമ്പലത്തിൽ വരാൻ പറ്റത്തില്ല, ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? സാരമില്ല, നീ കിടന്നോ. 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അമ്പലത്തിൽ പോവാലോ. പോട്ടെ. ഓ, ആ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി അമ്മ എടുത്തുന്ന താക്കോൽ എടുത്തിട്ട് ആ തറവാട്ടിലോട്ട് പോകണം. അതാണ് അടുത്തത്. ഈശ്വര, അപ്പൂന് ഇങ്ങനെ ആയല്ലോ. ഉത്സവമാണെങ്കിൽ ആ കുട്ടി കണ്ടിട്ടുമില്ല. സാരില്ല, നിങ്ങളൊക്കെ പൊക്കോ. അപ്പൂ ഏതായാലും ഒറ്റയ്ക്ക് ഇരിക്കണ്ട, ഞാൻ അവളോട് അവിടെ കൂട്ടിരുന്നോളാം. വേണ്ട, അമ്മ എല്ലാ പ്രാവശ്യം അത് മുടങ്ങാതെ കാണാറുള്ളതല്ലേ. പൊക്കോ, അപ്പൂനോട് കൂട്ട് ഞാനിരുന്നോളാം. അപ്പൂന് കൂട്ടിരിക്കാനാണോ ഇവിടെ അടി? നിങ്ങളൊക്കെ പൊക്കോ, നിങ്ങളൊക്കെ മുടങ്ങാതെ പോകുന്ന ആൾക്കാരല്ലേ. അവൾക്ക് കൂട്ട് ഞാനിരിക്കാം. വേണ്ട അമ്മായി, അമ്മായി ഇതൊന്നും കാണാറില്ലല്ലോ. ഇവിടെ വരുമ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ അത് പാഴാക്കണ്ട. അപ്പൂന് ഞാൻ കൂട്ടിരുന്നോളാം. ഞാനും അവളോട് സംസാരിച്ചിരുന്ന സമയം പൊക്കോളും. എനിക്കാരും കൂട്ടിരിക്കണ്ട, എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ അറിയാം. ഏട്ടത്തി ഇപ്പോൾ കാണുന്നതൊക്കെ കണ്ടോ? ബാംഗ്ലൂരിൽ ഇതൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരുടെ പൊക്കോ, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളൊക്കെ അമ്പലത്തിൽ പോയി എല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നാൽ മതി. അതെങ്ങനെ ശരിയാവും? ഇത്രയും വലിയ തറവാട്ടിൽ നീ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് സമാധാനത്തോടെ അവിടെ ഇരിക്കാൻ പറ്റുമോ? സാരമില്ല, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത? ഞാൻ നിങ്ങളോടൊക്കെയല്ലേ പറയുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു പേടിയില്ല. എന്നെ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങോ? എന്തിനാ എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നത്? ഞാൻ ഇനി ഇവിടെ നിൽക്കുന്ന ശല്യമാണെങ്കിൽ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ പോവാം. അപ്പോ എന്താ ഇത്? ശരി, നീ ഇരുന്നോ, ഞങ്ങളൊക്കെ പോവാം. വെറുതെ ഓരോന്നും പറഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കണ്ട. എല്ലാം ഇവിടെ സന്തോഷം കെടുത്താൻ വേണ്ടി നിങ്ങളൊക്കെ അവളിവിടെ ഇരുന്നോളൂ. അതാ നല്ലത്. ശരി, ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. പേടിക്കണ്ട, കുറേ കഴിയുമ്പോൾ കണ്ണൻ തിരിച്ചെത്തും. അപ്പോൾ അവൾക്ക് കൂട്ടാവുമല്ലോ. ആ ശരി, തൽക്കാലം നിങ്ങളൊക്കെ ഇപ്പോൾ ചെല്ല്. ഈശ്വര, അമ്മയുടെ പേരൊന്ന് താക്കോലും എടുത്ത് ഞാനിങ്ങ് വന്നു. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പേടിയാവാം. കണ്ണേട്ടൻ വരുമെന്നല്ലേ പറഞ്ഞ്. അതിന് മുന്നേ ഇതിനകത്ത് എന്താന്ന് കയറി നോക്കണം. ഇത് തുറന്നാലോ? ഈശ്വര, കൂടെ ഉണ്ടാവണേ. അപ്പു, കണ്ണേട്ടൻ ആ സമയത്ത് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? ഇവിടെ നീ എന്താ ചെയ്യുന്നേ? അത് കണ്ണേട്ട, ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇവിടെ എന്തോ ഒച്ച കേട്ടു. അപ്പോൾ എന്താ നോക്കാൻ വേണ്ടി വന്നതാ. ഒച്ച കേൾക്കുന്നിടത്തൊക്കെ പോയി നോക്കാൻ. ഇത് നിന്റെ ബാംഗ്ലൂരല്ല. ഇവിടെ പലതും കേൾക്കും. കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞിരിക്കണം, മനസ്സിലായോ? ഇയാളെന്നെ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയിരുന്നാലേ കുറച്ചുകൂടി താമസിച്ച് വന്നാൽ പോരായിരുന്നോ? നീ എന്താ ഈ ആലോചിക്കുന്ന? അല്ല, നീ എന്താ അവരോട് അമ്പലത്തിൽ പോവാത്ത? അത് എനിക്ക് പീരീഡ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോവാത്ത. ശരി, നടക്ക്, ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവിടാം. എനിക്ക് പേടിയില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. കണ്ണട വേണമെങ്കിൽ മുന്നിൽ കൂടെ നടന്നോ. പേടിയില്ല, നാണവുമില്ല, ഒരു സാധനം തന്നെ. അങ്ങനെ കല്യാണി, നീ അനുവിനെയും ദർശനയും കണ്ടോ? അവര് അമ്പലമാണെന്ന് പോലും നോക്കുന്നില്ല. അവര് പിള്ളേരല്ലേ, അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യൻ. നിങ്ങൾ ഇങ്ങനെ ചേർന്ന് നിന്ന ആൾക്കാരെന്ത് പറയും? നീങ്ങി നിൽക്ക്. മഹി, ഇപ്പോ കണ്ണടച്ച് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുന്ന പണ്ടുള്ളവര് പറയാറ്. എന്നാ എനിക്ക് ആ പഴയ ദിവസത്തിലോട്ട് പോണം. നമ്മൾ കണ്ടുമുട്ടിയ ആ ദിവസം. ഇത് അക്കള്ളത്തമ്പുരാൻകുട്ടി കണ്ട ആ ദിവസോ? കള്ളത്തമ്പുരാൻകുട്ടിയാണെങ്കിലും അന്ന് നീ എന്നെ വിശ്വസിച്ചില്ലേ ഞാനാണെന്ന് പറഞ്ഞ്?
മതി, നിർത്തിക്കോ. ഇതെന്താ ഇത്രയും സമയമായിട്ട് എന്നെ ആരും വിളിക്കാൻ വരാത്ത? ആരുമില്ലേ ഇവിടെ? എഴുന്നേറ്റോ തമ്പുരാട്ടി? അല്ല, ഈ രാവിലെ ഇവിടെ ആരുമില്ലേ? എല്ലാരും എവിടെ പോയി? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇത് രാവിലെയല്ല, ഉച്ചയ്ക്കെന്ന് പറയും. 12 മണിക്ക്. ഞങ്ങളുടെ ബാംഗ്ലൂരിൽ ഇതിപ്പോഴും രാവിലെ ആയിരിക്കും. തുടങ്ങിയ പുരാണം. അവരൊക്കെ ജാതകം നോക്കാൻ രാമണിയൻ്റെ വീട്ടിൽ പോയി. നിനക്കുള്ള ഭക്ഷണമൊക്കെ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഓ, അവര് നേരത്തെ പോയോ? കാറിന്റെ സൗണ്ടല്ലേ കേട്ട അവര് വന്നു തോന്നുന്നു. പിന്നെ ഞാൻ ഇപ്പൊ എണീറ്റെന്ന് അവരോട് പറയാൻ നിൽക്കണ്ട. ഇവരുടെ രണ്ടുപേരുടെ ജാതകം കൂടെ നോക്കാൻ ഞാൻ പറഞ്ഞത് നന്നായില്ലേ? ഇപ്പൊ നോക്കിയില്ലെങ്കിൽ നമ്മളത് അറിയുമായിരുന്നോ? ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി നടക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാം. പറഞ്ഞത് ശരിയാ. നമ്മള് ഇവരുടെ ജാതകം നോക്കിയില്ലെങ്കിൽ അപ്പുവിന്റെ ജാതകത്തിനെ പറ്റി നമ്മൾ അറിയുമായിരുന്നോ? അതൊക്കെ ശരിയാ. പക്ഷെ പെട്ടെന്ന് ഒരു ചെക്കനെയൊക്കെ നോക്കി അപ്പുവിന്റെ കല്യാണം നടത്താന്ന് പറഞ്ഞാ അത് നടക്കുന്ന കാര്യമാണോ? അച്ഛനിപ്പ എന്താ പറഞ്ഞ? അപ്പുവിന്റെ കല്യാണം? എനിക്കെന്തിനാ ഇപ്പൊ ചെക്കനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങളോട്. അത് അപ്പു നിന്റെ ജാതകം വെച്ച് നോക്കിയപ്പോ നീ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ മംഗല്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിനക്കൊരിക്കലും തലഭാഗ്യം ഉണ്ടാവില്ലെന്നാ പറയുന്നത്. സോ വാട്ട്? അതുകൊണ്ട് ഞാനിപ്പോൾ ആരെങ്കിലും കല്യാണം കഴിക്കണമെന്നാണോ ഈ പറയുന്നത്? അല്ല, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? അപ്പോൾ നീ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. അദ്ദേഹം പ്രവചിച്ചൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്റെ കല്യാണം കൂടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഞാൻ ആരെങ്കിലും പിടിച്ച് കല്യാണം കഴിക്കണമെന്നാണോ ഈ പറയുന്നത്? നടക്കില്ല അമ്മ. ഇവിടെ കൊണ്ടുവന്നത് ഇതിനാണോ? അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കണമെന്നാണോ ഈ പറയുന്നത്? എന്റെ കല്യാണം അത് ഞാനാ തീരുമാനിക്കേണ്ടത്, എപ്പോഴാ എങ്ങനെയാന്നൊക്കെ. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കണ്ടുപിടിച്ച് പറയും, അപ്പോഴേ ഞാൻ കല്യാണം കഴിക്കൂ. അല്ലാണ്ട് ജാതകം നോക്കി. അപ്പോ മോളെ, അമ്മായി പറയുന്ന കേക്ക്. നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോന്നും പറയല്ലേ. ഇപ്പൊ ചക്കനെ നോക്കുന്നില്ല, 3 മാസം ഇല്ലേ? വേണ്ട, എന്നെ പറ്റിക്കാൻ നോക്കുക എല്ലാരും. ഇവിടുത്തെ ആരെങ്കിലും തലയിൽ എന്നെ കെട്ടിവെക്കാൻ നോക്കുക. നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല ഇതൊന്നും. അപ്പൂനെ പറ്റിക്കാൻ ആരും വിചാരിക്കണ്ട. അപ്പോ മതി, ഒച്ച ഉറക്കി. നിന്റെ എല്ലാ വാശിക്കും കൂടെ നിന്നിട്ടുള്ള ആളാ ഞാൻ. പലതും മടുത്തിട്ട് ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് പറ്റില്ല. ഇത് ജീവിത പ്രശ്നം. നിന്റെ കല്യാണം ഞാൻ നടത്തിയിരിക്കും ഇവിടുന്ന് പോകുന്നതിന് മുന്നേ. അച്ഛൻ എന്തൊക്കെയായി പറയുന്ന? അവൾക്ക് കുറച്ച് സമയം കൊടുക്കും. പെട്ടെന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പോൾ ഏട്ടൻ പറയുന്ന നീ കേക്ക്. പെട്ടെന്നൊന്നുമല്ല, 3 മാസത്തിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ ഇവർ കണ്ടുപിടിക്കൂ. അതുകൊണ്ട് നീ ഇങ്ങനെ ടെൻഷനാവാതെ. ഏട്ടൻ പറയുന്ന നീ കേൾക്കില്ലേ? അച്ഛൻ വിഷമം കൊണ്ടാ ഓരോന്നും പറയുന്ന. നീ ഇത് മനസ്സിലാക്കി തിരി. നമ്മുടെ എല്ലാ ആഗ്രഹത്തിനും അച്ഛൻ കൂടി നിന്നിട്ടല്ലേ ഉള്ളൂ. ഇത് അവരുടെ വിശ്വാസമല്ലേ, പെട്ടെന്നൊന്നും അല്ലല്ലോ. വേണ്ട, എന്നെ പറഞ്ഞ് പറ്റിക്കുക ഓരോന്നും. ആരുടെയെങ്കിലും തലയിൽ എന്നെ കെട്ടിവെക്കാൻ നോക്കുക. സമ്മതിക്കില്ല ഞാൻ നാളെ തന്നെ ഇവിടുന്ന് പോകും ബാംഗ്ലൂരിൽ. അപ്പോ അമ്മാവൻ നിനക്ക് വിശ്വാസമില്ലേ? ആരുടെ തലയിൽ നിന്നെ കെട്ടിവെക്കാൻ നോക്കുകയല്ല. ഇനിയിപ്പോ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ട് നിന്റെ കല്യാണം നടത്തുകയില്ല. നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടുപിടിച്ച് നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ആ കല്യാണം നടക്കൂ. ഇത് അമ്മാവൻ തരുന്ന വാക്കാ. വേണ്ട മാവ, അച്ഛന് ഇഷ്ടമുള്ള ആരാന്ന് വെച്ചാൽ അച്ഛൻ നോക്കട്ടെ. ഇനി ഞാൻ വാശി കാണിച്ച് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്റെ വിധി ചിലപ്പോ ഇങ്ങനെയായിരിക്കും. ആരാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ വന്ന് ഈ കഴുത്ത് നീട്ടിത്തരാം. പോരെ, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ, നിങ്ങളുടെയൊക്കെ വിശ്വാസം പോലെ എന്താന്ന് വെച്ചാൽ നടത്തിക്കോ. ഞാൻ എൻ്റെ റൂമിൽ പോവുക. ഞാനില്ല ഇനി ഒരു വാശി കാണിക്കാനും. അവൾക്ക് ഒരുപാട് സങ്കടം. ഏട്ടൻ കുറച്ചുകൂടെ മയത്തിൽ സംസാരിക്കായിരുന്നു. പെട്ടെന്നൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ ഏത് പെണ്ണും ഇങ്ങനെയൊക്കെ തന്നെ റിയാക്ട് ചെയ്യുക. പാവം ഒരുപാട് സങ്കടപ്പെട്ട റൂമിലോട്ട് പോയ. എൻ്റെ പൊന്നു ഭദ്രേ, കുറച്ച് സങ്കടപ്പെട്ടാലും കുഴപ്പമില്ല. അവള് സമ്മതിച്ചില്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാടുപെടും അവളെ സമ്മതിപ്പിച്ചെടുക്കാൻ. ഏതായാലും ആ കുട്ടിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിന് ഇഷ്ടമുള്ള പോലത്തെ ഒരു ചെറുക്കനെ നോക്കി കൊടുത്തേക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ കൈവിട്ട് പോവുക. ആരുടെയെങ്കിലും തലയ്ക്കും എന്നെ കെട്ടിവെക്കുന്നതിന് മുന്നേ ആ തറവാട്ടിൽ എന്താണെന്ന് അറിയണം. ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയണം. ഒക്കെ അറിഞ്ഞിട്ട് ആരും അറിയാതെ ഇവിടുന്ന് ബാംഗ്ലൂരിലോട്ട് പോകാം. ഇനി നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, തറവാട്ടിലോട്ട് പോവാം. അതാ നല്ലത്. എനിക്കറിയണം ഇതിനകത്ത് എന്താന്ന്, ഞാനുമായിട്ട് എന്ത് ബന്ധമൊന്നും.
ഓഹ്, ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ? ആ തറവാട്ടിൽ അവൾ ശരിക്കും പോയിരുന്നോ? വരാഹരൂപം ദൈവവരിഷ്ടം വരാഹരൂപം അത് ആരുടെ റൂമാ? അത് തുറന്നാലോ? ചിലപ്പോ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഈശ്വരാ, ഇതിനകത്തൊരു വല്ലാത്ത ഗന്ധമാണല്ലോ. ഇത് ആരുടെ റൂമായിരിക്കും? കണ്ണേട്ടൻ, ഇത് കാണാൻ ശരിക്കും കണ്ണേട്ടനെ പോലെയല്ലേ? ഇയാളായിരിക്കും ഞാൻ അന്ന് സ്വപ്നം കണ്ട്. ആരുടെ ചലങ്കിയായത്? എന്താ ഇത്? ആരാ അവിടെ? കണ്ണ് അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടോ? ഈശ്വര, എന്താ ഇത്? കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. ഞാൻ എന്തിനാ ഇപ്പോൾ ആ തറവാട് സ്വപ്നം കണ്ട്? ജസ്റ്റ് ഒന്ന് അവളെ പോയി നോക്കിയാലോ, അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാലോ. ഈ സമയത്ത് ഞാൻ ഇവളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആരെങ്കിലും കണ്ട അത് മതി. ആരും കാണാതെ അവളകത്തുണ്ടോ എന്ന് നോക്കിയിട്ട് ചെന്ന് കിടന്നുറങ്ങാം. അതാ നല്ലത്. ഈ ഡോറെന്താ ഇവളെ ലോക്ക് ചെയ്താണോ കിടക്കുന്നത്? ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവളിതിനകത്തില്ല, ബാത്റൂമിലും ഇല്ല. അപ്പോൾ ഇവള് ആ തറവാട്ടിലോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അത് അപ്പൂൻ്റെ സൗണ്ടല്ലേ അവിടെ നിന്ന് കേൾക്കുന്നത്? ഇവൾക്കിത് എന്തിൻ്റെ കേടാ ആ സമയത്ത് അങ്ങോട്ടേക്ക് പോവാൻ? ഞാൻ മോൺ ചെയ്തല്ലേ പോവരുതെന്ന്. അതിങ്ങനെ വാശിയല്ലേ വലുത്. അപ്പോ നീ ഇതിനകത്തുണ്ടോ? എവിടെയാ നീ? അപ്പൊ കണ്ണോർക്ക് എന്താ പറ്റിയേ? അപ്പോ ഇവള് തമ്പുരാൻകുട്ടി, എന്നെ ഇട്ടിട്ട് പോവല്ലേ. എൻ്റെ അടുത്ത് ഇരിക്കും തമ്പുരാൻകുട്ടി. ഇവളെന്തൊക്കെയാ പറയുന്ന? പേടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഉറങ്ങട്ടെ കിടന്ന്. ഇവളിപ്പോൾ നല്ല ഉറക്കമല്ലേ. ഞാനിനി എൻ്റെ റൂമിൽ ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ ഇനി അത് മതി. ഞാനീ കാണുന്ന സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ? ഞാനും അത് ആലോചിക്കുന്ന, ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ അല്ലേന്ന്. നിങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ കോഫി എടുത്ത് കുടിക്ക്. ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് പറ. എന്നിട്ട് ആഹാ, അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് നനച്ച് അടുക്കളയിലൊക്കെ കയറിയോ? കോഫിന്ന് അപ്പുവാണോ ഇട്ടത്? എന്നിട്ടാണോ ഇവിടെ രാവിലെ എണീക്കാറില്ല എന്നൊക്കെ നിങ്ങളെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നത്? അതാ ഭദ്രയെ ഞങ്ങളും ആലോചിക്കുന്ന. ഇതൊന്നും പതിവുള്ളതല്ലല്ലോ. ഇവൾക്ക് എന്ത് പറ്റിയെന്നുള്ളതാ ഞങ്ങൾ ആലോചിക്കുന്നത്. ഓ, അപ്പം ഞാനിപ്പോൾ രാവിലെ എണീറ്റതായിരുന്നു തെറ്റ് അല്ലേ? അതൊക്കെ പോട്ടെ. അമ്മായി, കണ്ണേട്ടൻ കോഫി കുടിക്കോ? കണ്ണേട്ടന് കോഫി ഇഷ്ടമാണോ? അവന് വേണ്ടിയിട്ടാ ഇവിടെ കോഫി പൗഡർ വാങ്ങിച്ച് വെക്കുന്നത്. അവൻ മാത്രമേ കുടിക്കാറുള്ളൂ. എന്താ മോളെ? ആണോ? എന്നാ ഞാൻ കണ്ണേട്ടന് ഈ കോഫി കൊടുത്തിട്ട് വരാം. ആളിപ്പോൾ എണീറ്റിട്ടുണ്ടാവും. ഞാൻ കോഫി കൊടുത്തിട്ട് വേഗം വരാം. കണ്ണന് കോഫി കൊടുക്കാൻ അപ്പു പോകുന്നു. ഇതല്ലേ ഞങ്ങളും പറഞ്ഞ, രാവിലെ മുതൽ പ്രതീക്ഷിക്കാത്ത പലതുവാ നടക്കുന്നത്. കണ്ണൻ്റെ അടുത്ത് സംസാരിക്കാൻ അവൾ അങ്ങോട്ട് പോകുന്നു നിന്നപ്പോൾ ഞങ്ങളും ഞെട്ടി. രാവിലെ എണീറ്റതും കുളിച്ചതും സാരി എടുത്ത് അടുക്കള കയറി കോഫി ഇട്ടതൊക്കെ ഓക്കെ. കണ്ണൻ്റെ റൂമിൽ കോഫിയും കൊണ്ട് പോകുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും അവരിപ്പോൾ വളർന്നില്ലേ, ഇപ്പോഴും പണക്കം കൊണ്ട് നടക്കാൻ അവർക്ക് താല്പര്യമില്ലായിരിക്കും. അതുകൊണ്ടാവും. ആഹാ, ഇതുവരെ എണീറ്റില്ലേ? ഇങ്ങനെ അടുത്തിരുന്ന് കാണാൻ കണ്ണേട്ടന് എന്ത് ഭംഗിയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ എന്താ ഇവിടെ? നീ എന്ത് ചെയ്യ എൻ്റെ ബെഡിൽ? ഓ, എൻ്റെ കണ്ണേട്ട ഒന്ന് പതുക്കെ സംസാരിക്കേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ തറവാട്ടിൽ ഒറ്റയ്ക്ക് പോകരുതെന്ന്? ആര് പറഞ്ഞാലും നീ അനുസരിക്കില്ലേ? സോറി കണ്ണേട്ട, ഞാൻ അറിയാണ്ട് പോയതാ. ഇനി കണ്ണേട്ടൻ പറയുന്നൊക്കെ അപ്പോൾ അനുസരിക്കും. കണ്ണേട്ടൻ ഈ കോഫി കുടിക്കുക, എന്നിട്ട് വേഗം ഫ്രഷ് ആയിട്ട് വാ. നമുക്ക്
ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പെട്ടെന്ന് വാ. ഇവൾക്കിതെന്ത് പറ്റി? ഇവളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഇന്നലെ അവിടെ വെച്ച് തലയ്ക്കെങ്ങാനും അടി വല്ലതും കിട്ടിക്കാണോ? എൻ്റെ കണ്ണട, ഇതെന്തായി ആലോചിക്കുന്ന? എഴുന്നേക്ക്, ഫ്രഷ് ആയിട്ട് കോഫി കുടിക്ക്. നമുക്ക് താഴെ പോയി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ, ഞാൻ വരാം. ഇതെന്താ? അപ്പോൾ നീ താഴെ പോ, ഞാൻ ഫ്രഷായിട്ട് താഴേക്ക് വന്നോളാം. ആണോ? എന്നാൽ ശരി, വേഗം വരണം. ഇവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്, എങ്കിൽ ഞാൻ തിരിച്ചിങ്ങോട്ട് കയറി വരും. വേണ്ട, ഞാൻ വന്നോളാം, നീ ചെല്ല്. മനുഷ്യനെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ഇവൾക്കിതെന്താ പറ്റിയ? ഇങ്ങനെയൊന്നും അല്ലല്ലോ. വേഗം ഫ്രഷായിട്ട് താഴേക്ക് പോ, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് കയറി വരും. പതിവില്ലാതെ മഴയൊക്കെ ആണല്ലോ. ഏതായാലും നല്ല തണുപ്പുണ്ട്. അച്ഛൻ പറഞ്ഞ ശരിയാ, പതിവില്ലാത്തൊരു മഴയാ. പക്ഷേ ഈ മഴയ്ക്കൊരു കോമ്പിനേഷൻ ഉണ്ട്, നമ്മുടെ കണ്ണന്റെ പാട്ട്. കണ്ണ, ഒന്ന് പാടടാ. നിന്റെ പാട്ട് കേട്ട് എത്ര കാലമായെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കേട്ടതാ, ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ആജു പറഞ്ഞ ശരിയാ, കണ്ണന്റെ പാട്ട് കേട്ട് ഒരുപാട് കാലമായി. എന്നാ കണ്ണൊരു പാട്ട് പാടിക്കോ. ഇവിടെ ബോറടിച്ചിരിക്കുന്നതിനേക്കാളും നിന്റെ പാട്ട് കേൾക്കാം. നിങ്ങളൊക്കെ ഇത്രയും പറയുന്ന സ്ഥിതിക്ക് ഞാൻ പാടാം. പക്ഷേ ഏത് പാട്ട് പാടണം ഇപ്പോൾ? ഏട്ടൻ ഏത് പാട്ട് പാടിയാലും അടിപൊളിയാ. അതുകൊണ്ട് ഏട്ടന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. ഒരു മിനിറ്റ്, പാടല്ലേ. തമ്പൂരാനെഴുന്നള്ളി തമ്പൂരാനെഴുന്നള്ളി കാവിൻ കോവിലക. അപ്പോ നീ ഇങ്ങനെ നടന്നു വന്നപ്പോ ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭദ്ര നടന്നു വരുന്ന അതുപോലെ തന്നെ ഉണ്ട്. അതൊക്കെ ശരി. അല്ല, അപ്പോ നീ എന്താ ചെലങ്കൊക്കെ അണിഞ്ഞ് ഈ വേഷത്തില്? സംഗീതവും നൃത്തവും കൂടെ ചേരുമ്പോഴല്ലേ അത് പൂർണ്ണാവൂ. എന്നാലും തമ്പുരാൻകുട്ടി ഒരു പാട്ട് പാടിക്കേ, ഞാൻ നൃത്തം ചെയ്യാം. തമ്പുരാൻകുട്ടിയോ? സംഗീതവും നൃത്തവും? അതിന് നിനക്ക് നൃത്തം ചെയ്യാൻ അറിയോ അപ്പോ? അതാ എനിക്ക് മനസ്സിലാവാത്ത. ഒരു ആക്ഷൻ സോങ് കളിക്കാൻ പറഞ്ഞാൽ പോലും കളിക്കാത്തവളാ ഇപ്പൊ ചെലങ്ക അണിഞ്ഞു വന്നേക്കുന്ന. അപ്പോ കളിക്കല്ലേ, കൊണ്ടുപോരി വെച്ചേ. ചെല്ല്. വേണ്ട, കെട്ടിയ ചിലങ്ക കളിക്കാണ്ട് ഊരണ്ട. അവൾക്ക് ഇഷ്ടമുള്ളത് അവള് കളിക്കട്ടെ. മോനെ, നീ പാടിക്കോ, അപ്പു കളിക്കും. അതാണ് എൻ്റെ അമ്മായി. അപ്പോ എന്റെ നൃത്തം കാണാൻ നിങ്ങളൊക്കെ റെഡി ആയിരുന്നോ? കണ്ണേട്ടം പാടിക്കോ. എന്നാ പിന്നെ കണ്ണ, അവൾക്ക് കളിക്കാൻ പറ്റിയിട്ട് പാട്ടങ്ങ് പാടിക്കൊടുത്തേക്ക്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. അപ്പോ എനിക്കെന്റെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് നീ തന്നെയാണോ കളിച്ചത്? ഇതുവരെ കളിച്ചിട്ടില്ലാതെ നീ ഇത്ര മനോഹരമായിട്ട് എങ്ങനെ കളിച്ചു? അവളുടെ രക്തത്തില് നൃത്തം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അവൾ ഇവിടെ ആയിരുന്നുവെങ്കിൽ നേരത്തെ നിങ്ങളത് മനസ്സിലാക്കിയേനെ. അവൾ അവിടെ ആയിരുന്നില്ലേ? പക്ഷേ നല്ല രസമുണ്ടായിരുന്നു നീ കളിച്ചത് കാണാൻ. ശരിക്കും നന്നായിട്ടുണ്ട്. അതെനിക്കറിയാം. നൃത്തവും സംഗീതവും ഒന്നു ചേർന്നാൽ അത് നന്നായിട്ടുണ്ടാവും. എന്റെ പൊന്നു ഭദ്ര, ഇതിപ്പോ എത്ര നേരായി മടക്കി വെച്ച തുണികൾ എന്നെ വീണ്ടും വീണ്ടും മടക്കി വെച്ചോണ്ടിരിക്കുവാണല്ലോ. അത് മഹി, ഞാൻ കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങൾ ചിന്തിക്കുമായിരുന്നു. അപ്പോ കണ്ണനെ തമ്പുരാൻകുട്ടിന്ന് വിളിച്ചത് മഹി കേട്ടില്ലേ? എനിക്ക് തോന്നി അത് തന്നെയായിരിക്കും ചിന്തിക്കുന്നതെന്ന്. എടി, അവൾ അത് യാദൃശ്ചികമായിട്ട് വിളിച്ചതായിരിക്കൂലേ? ഈ തറവാട്ടില് ഇപ്പൊ തമ്പുരാൻകുട്ടി അവനല്ലേ, അതുകൊണ്ട് അവള് വെറുതെ വിളിച്ചതായിരിക്കും, അവനെ കളിയാക്കി. അതിനിപ്പോ ഇത്ര ചിന്തിക്കാനൊന്നുമില്ല. നീ ആ തുണിയൊക്കെ എടുത്തു വെച്ചിട്ട് വന്നേ, കിടക്കാൻ സമയമായി. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ ഈ തുണിയൊക്കെ എടുത്ത് വെക്കട്ടെ. മഹി, ഞാൻ ഇവിടെ അല്ലേ പഴയ തറവാടിന്റെ താക്കോല് വെച്ചിരുന്നത്? അതിപ്പോ കാണുന്നില്ല. അതെവിടെ പോയി? കാണുന്നില്ലേ? ചിലപ്പോ അമ്മാവൻ എടുത്ത് കാണും. എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു തറവാട് ക്ലീൻ ചെയ്യാൻ ആളെ വിടാൻ സമയമായി എന്നും പറഞ്ഞിട്ട്. ചിലപ്പോ അമ്മാവന്റെ കയ്യിൽ കാണും. നാളെ അച്ഛനോട് ചോദിച്ചു നോക്കാം. ഈശ്വര, ഇങ്ങോട്ട് പോയപ്പോ ഇത് കേട്ടത് നന്നായി. നാളെ തന്നെ താക്കോല് തിരിച്ചു വെക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും.
ഭദ്രമായോ അമ്മാവനോ ഇവിടെ ഇല്ലല്ലോ. പതുക്കെ കൊണ്ട് വച്ചേക്കാം. താക്കോല് വെച്ചു, സമാധാനായി. ഇതേതാ ഈ ബുക്ക്? രുദ്രാഗ്നി. സ്വപ്നങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും അവളെ ഒരുപാട് സ്നേഹിച്ച കാമുകന്റെയും തന്റെ പ്രാണന് വേണ്ടി കാത്തിരുന്ന് ഒടുവിൽ ജീവിതം അവസാനിപ്പിച്ചവരുടെയും അതേ പ്രണയം തേടിപ്പിടിച്ച് സ്വന്തമാക്കിയവളുടെയും കഥയാണ് രുദ്രാഗ്നി. സാവിത്രി. ശിവസംഭൂത ഭുവി സംജാത ഈ കഥയാണോ എൻ്റെ സ്വപ്നങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത്? അവർക്ക് എന്തൊരു വിധിയാ ദൈവം കൊടുത്ത്. പക്ഷേ ഇതില് ഞാൻ എന്താ ചെയ്യേണ്ടത്? അവർക്ക് എന്നെ കൊണ്ട് എന്താ ആവശ്യമുള്ളത്? ഞാനിതൊക്കെ എങ്ങനെയാ ഒന്ന് മനസ്സിലാക്കുന്നത്? ആരോട് ചോദിക്കണം? ഇതില് എന്തോ എഴുതാൻ പോവുകയാണല്ലോ. രാമകണിയാൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പോയി കാണുമെന്നാണോ പറയുന്നത്? ഏതായാലും എനിക്കിതിനെപ്പറ്റി അറിയണം. ഇതിൻ്റെ പുനർജന്മമാണെങ്കിൽ കണ്ണേട്ടനാണോ തമ്പുരാൻകുട്ടി? അന്ന് ഞാൻ അവിടെ കണ്ട ഫോട്ടോ അത് കണ്ണേട്ടനെ പോലെയല്ലേ? കണ്ണേട്ടനിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവോ? അപ്പവും അവൾ കളിച്ച നൃത്തവും എൻ്റെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുക. എന്ത് രസമായിട്ടാണ് അവൾ കളിച്ചത്. ശരിക്കും ഒരു കുഞ്ഞു ദേവി കളിക്കുന്ന പോലെ തോന്നി. കണ്ണേട്ട, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? കണ്ണേട്ടൻ ഉറങ്ങിയോ? ഇല്ല. നീ എന്താ ഈ സമയത്ത് ഇവിടെ? എന്തെങ്കിലും ആവശ്യമുണ്ടോ നിനക്ക്? ഏയ്, എനിക്കൊരാവശ്യമില്ല കണ്ണേട്ട. ഞാനിവിടെ വന്നത് അവിടെ ബോറടിക്കുക. ഞാനിന്നിവിടെ കണ്ണേട്ടനോടെ കിടന്നോട്ടെ? എൻ്റെ കൂടെയോ? അപ്പോൾ കളിക്കല്ലേ, റൂമിലോട്ട് ചെല്ല്. വാ, ഞാൻ കൊണ്ടാക്കാം. പ്ലീസ് കണ്ണേട്ട, എനിക്കവിടെ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. ഞാനും കൂടെ ഇവിടെ കണ്ണേട്ടനോടെ കിടന്നോട്ടെ പ്ലീസ്. ഞാൻ ഒരു ശല്യം ചെയ്യില്ല, മിണ്ടാതെ കിടന്നോളാം പ്ലീസ്. അതാണോ കാര്യം? ഞാൻ ദർശനെ നിൻ്റെ റൂമിലോട്ട് പറഞ്ഞുവിടാം. അപ്പോൾ ഒറ്റയ്ക്കുള്ള ഫീലിംഗ് മാറും. ഏട്ടത്തിയല്ല, ഞാൻ കണ്ണേട്ടനോട് ഇരിക്കാനാണ് വന്നത്. ശരി, കണ്ണേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എൻ്റെ റൂമിൽ പൊക്കോളാം. ഞാൻ ശല്യം ചെയ്യാൻ വരുന്നില്ല, പോരെ? അപ്പോൾ അതിന് നീ ഇതിനെ കരയുന്ന? ശരി, പിണങ്ങണ്ട, ഇവിടെ കടന്നോ. പക്ഷേ നാളെ നേരം വെളുക്കുമ്പോൾ ഇറങ്ങി പൊക്കോളണം. ആരെങ്കിലും കണ്ട പിന്നെ അത് മതി. അവിടുത്തെ പോലെയല്ല, ഇവിടെ ഇതൊന്നും പറ്റൂല. നമ്മൾ വലിയ പിള്ളേരായില്ലേ. ഇനി ഇതിൻ്റെ പോലെ പിണങ്ങാൻ നിൽക്കണ്ട, കയറി കിടന്നോ. താങ്ക് യു അപ്പോട്ട. അപ്പോട്ട കിടക്കുന്നില്ലേ? വാ, നമുക്ക് കിടക്കാം. ഇവൾക്ക് പെട്ടെന്ന് എന്തായി പറ്റിയേ? അല്ല, അപ്പോട്ടൻ എന്താ ആലോചിക്കുന്ന? വാ, നമുക്ക് കിടക്കണ്ടേ? ടൈം ഒരുപാട് പോകുന്നില്ലേ? നീ ബെഡിൽ കയറി കിടന്നോ. ഞാൻ താഴെ ഷീറ്റ് വിരിച്ച് കിടന്നോളാം. ലൈറ്റ് ഓഫ് ചെയ്യണ്ട, അത് കിടന്നോട്ടെ. നിലത്ത് ഷീറ്റ് വിരിച്ചോ? എനിക്ക് ഇത്രയും വലിയ ബെഡിൻ്റെ ആവശ്യമില്ല. കണ്ണേട്ടനും എൻ്റെ കൂടെ ബെഡിൽ തന്നെ കിടന്നു, എനിക്ക് കുഴപ്പമില്ല. ബെഡിൽ കിടക്കാനോ? അതൊന്നും ശരിയാവില്ല. നീ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. എനിക്ക് മനസ്സിലായി, കണ്ണേട്ടന് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ? ശരി, കണ്ണേട്ടൻ ബെഡിൽ കിടന്നോ, ഞാൻ എൻ്റെ റൂമിൽ തന്നെ പൊക്കോളാം. അപ്പോൾ നിൽക്ക്. അപ്പോൾ നീ വീണ്ടും എൻ്റെ അടുത്ത് പിണങ്ങി പോവുകയാണോ? ഇല്ല, ഞാൻ ഇനി കണ്ണേൻ്റെ അടുത്ത് പിണങ്ങില്ല, വാശിയും കാണിക്കില്ല. ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും. എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞാൽ? അപ്പോൾ നീ ഈ തറവാട്ടിൽ തന്നെ ഉണ്ടാവുന്ന അതിനർത്ഥം? സത്യമായിട്ടും? നമുക്ക് കിടക്കാം. കണ്ണേട്ട, എനിക്ക് ഉറക്കം വരുന്നില്ല, പ്ലീസ് എന്തെങ്കിലും പറ. എൻ്റെ പൊന്നപ്പോൾ സമയം എത്രയായെന്നറിയോ? ഞാൻ ഉറങ്ങി വരുമ്പോൾ തട്ടി എഴുന്നേൽപ്പിക്കും. ഇതിനാണോ നീ ഇവിടെ വന്ന് കിടന്നത്? എനിക്കിങ്ങനെ കിടന്നിട്ട് ഉറക്കം വരാത്തോണ്ടല്ലേ. ഞാൻ കണ്ണേട്ടൻ്റെ നെഞ്ചിലൊന്ന് തല വെച്ച് കിടന്നോട്ടെ. കള്ളൻ അപ്പോഴേക്കും ഉറങ്ങിയോ?
കരുതുമോ ചന്ദനവും തുളസിയും കുങ്കുമവും മീനോട്ടും നീർന്നിട്ട് കൂടിവായോ നീൻ പോ. കനടാ, നീ എന്താടി ആമ്പിള്ളേര് കുളിക്കുന്നിടത്താണോ വന്ന് നിൽക്കുന്നത്? എൻ്റെ കണ്ണാടിനല്ലേ, കുഴപ്പമില്ല. കന്നഡ, എനിക്ക് കണ്ണാടിൻ്റെ കൈയും പിടിച്ച് അമ്പലത്തിൽ പോകുന്നുണ്ട്. എന്നെ കൊണ്ടുപോവോ? പോവാം. അതെ, തൊഴുത് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് തിരിച്ചു പോവാം. കന്നഡ, എന്നെ രാമകണ്ണിൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോവോ പ്ലീസ്? എന്തിനാ നിന്റെ ജാതകം നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞതിന് അയാളെ ചീത്ത പറയാൻ പോവാ? ഞാൻ കൊണ്ടുപോവില്ല, എനിക്ക് പേടിയാ. ഇല്ലെന്നേ, അദ്ദേഹത്തെ കണ്ട് അതൊക്കെ സത്യമാണെന്ന് അറിയണം. അല്ലാതെ ഇവരെന്നെ കെട്ടിക്കാൻ നോക്കുന്ന കെട്ടുകഥയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. പക്ഷേ അടക്കം ഒതുക്കോട്ടും മിണ്ടാതിരുന്നോളാം. അതൊക്കെ ഞാൻ ഏറ്റു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ. നമുക്ക് അവിടേക്ക് പോവാം, വാ. കണ്ണേടെ ഇവിടെ നിൽക്ക്. ഞാൻ ഒന്നും അറിയാതെ എൻ്റെ ജാതകം നോക്കിയിട്ട് ഇതൊക്കെ സത്യമാണെന്ന് അയാളെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കട്ടെ. ശരി, എന്നാ ചെല്ല്. അവിടെ പോയിട്ട് അടി ഉണ്ടാക്കാതെ തിരിച്ചു വരണം, മനസ്സിലായല്ലോ? ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. ശരി കണ്ണേട്ട, ഞാൻ പോയി അദ്ദേഹത്തിനെ കണ്ടിട്ട് വരാം. ഇവിടെ ആരുമില്ലേ? അകത്തേക്ക് കയറി പോന്നോളൂ. കുട്ടിയായിരുന്നു, എന്താ ഇത്ര വൈകി? ഞാൻ കുറച്ച് ദിവസമായി കാത്തിരിക്കുന്നു. എന്നെയോ? ഞാൻ വരുമെന്ന് അറിയായിരുന്നോ? അതുകൂടെ നിൽക്കട്ടെ, എന്താ എന്നോട് ചോദിച്ചു മനസ്സിലാക്കാനുള്ളത്? ചോദിച്ചോളൂ. തമ്പുരാൻകുട്ടി, ഭാനു, ഞാൻ എന്താ അവർക്ക് വേണ്ടി ചെയ്യേണ്ടേ? അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് അവരുടെ പുനർജന്മമായ നീയും കണ്ണനും കല്യാണം കഴിക്കണം. എങ്കിലേ അവരുടെ ശാപത്തിന്റെ ഘട്ടങ്ങൾ കഴിയൂ. അവർക്ക് ശാപോ? അതെങ്ങനെ? അന്ന് രുദ്രദേവ് ഒരു ദയയില്ലാതെ കൊന്നത് സ്വന്തം പിതാവിനെയാ, പെണ്ണിന് വേണ്ടി. ആ തറവാട്ടില് ആവാഹിച്ചിരുന്ന ഒരുപാട് മൂർത്തികളൊന്നുണ്ടായിരുന്നു. അവരുടെ ശാപോ 7 പുനർജന്മങ്ങൾ ഒന്നിച്ചാൽ മാത്രമേ അവരുടെ സ്നേഹം അംഗീകരിക്കപ്പെടുള്ളൂ. അവർക്ക് ആ ലോകത്ത് ഒന്നിക്കാനും കഴിയൂ. അതിനുവേണ്ടിയാ ഇപ്പൊ നീ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോ എത്ര പുനർജന്മമായി കാണും? ആദ്യത്തേത് മഹിയും ഭദ്രയായിരുന്നു. അവരൊന്നിച്ചു. ഇനി നിങ്ങൾ. അത് കഴിഞ്ഞ് ഓരോന്നിനു വേണ്ടി അവരെ കാത്തിരിക്കുക. അവരുടെ സ്നേഹത്തിന് ഇത്രയും വലിയ പരീക്ഷണം അത് വേണമായിരുന്നോ? അത് അവർക്കുള്ള വിധിയ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈശ്വര, ഞാൻ കണ്ണേട്ടിനെ കല്യാണം കഴിക്കും. ഞങ്ങളും ഒന്നു ചേരും. പിന്നീടുള്ള പുനർജന്മങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഒന്നു ചേരും. അവരൊന്നിക്കണം. ഒരു കാര്യം മനസ്സിലുണ്ടാവണം, ഇവിടുന്ന് നിന്റെ കല്യാണം കഴിയാതെ നീ പുറത്തോട്ട് പോയാൽ പിന്നീട് ഒരിക്കലും നിനക്കൊരു കല്യാണം ഉണ്ടാവില്ല. അവർക്ക് ഒന്നിക്കാനും കഴിയില്ല. ഇവള് കുറേ നേരമായല്ലോ പോയിട്ട്, അകത്തേക്ക് പോയി വിളിച്ചിട്ട് വന്നാലോ? അതുകൊണ്ട് നിന്റെ കല്യാണം അത് എത്രയും പെട്ടെന്ന് നടക്കണം. അതും രുദ്രദേവിന്റെ പുനർജന്മമായിട്ടുള്ള ദക്ഷതുമായിട്ട്. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. അവരൊന്നിക്കാൻ വേണ്ടി ഞാൻ കണ്ണേട്ടിനെ കല്യാണം കഴിക്കും. അവരൊരിക്കലും ഞാൻ കാരണം പിരിയാൻ പാടില്ല. അവരുടെ സ്നേഹം അത് സത്യം. കണ്ണേട്ടിന് അവർക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ എനിക്കൊരു മടിയുമില്ല. അപ്പോൾ ഇവൾ എന്നെ സത്യസന്ധമായിട്ട് പ്രണയിച്ചതല്ലേ? അവർക്ക് വേണ്ടിയിട്ടാണോ ഇവൾ എന്നോട് ഇങ്ങനെ അടുക്കുന്നത്? ശരി, എന്ത് സംശയം ഉണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് വരാം. അവർ കാരണം എനിക്ക് എൻ്റെ കണ്ണേട്ടിനെ തിരിച്ചു കിട്ടിയ കണ്ണേട്ടിന് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കും. ഞാനിപ്പോൾ പോവാ. എന്തുണ്ടെങ്കിലും ഞാൻ വരും. കാത്തിരുന്ന മുഷിഞ്ഞോ? നമുക്ക് തറവാട്ടിലേക്ക് പോവാം. എനിക്ക് പെട്ടെന്ന് തറവാട്ടിൽ പോകണം. നീ പെട്ടെന്ന് നടക്ക്. കണ്ണേട്ടൻ ദേഷ്യത്തിലാണോ? പെട്ടെന്ന് എന്തു പറ്റി? അതോ എനിക്ക് തോന്നുന്നതാണോ? നിങ്ങൾ എത്തിയോ പിള്ളേരെ? ഇനിയും കണ്ടില്ലെങ്കിൽ ആളെ വിടാനാ വിചാരിച്ച. ആളെ വിടാനോ? അപ്പോൾ എന്തോ പറയാനുണ്ടല്ലോ. എന്താ വിശേഷം? ഒരു വിശേഷം ഉണ്ടല്ലോ. ഇന്ന് നമ്മുടെ ഈ കുറുമ്പിക്കുട്ടിയെ പെണ്ണ് കാണാൻ അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ആള് വരിക. അറിയോ? ബാംഗ്ലൂരിൽ നിന്ന് പെണ്ണ് കാണാൻ വരുന്നു. അതെ, നിന്റെ ഇഷ്ടപ്രകാരം ബാംഗ്ലൂരിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു ചെക്കനെ ഞാൻ കണ്ടെത്തി.
നീ കണ്ടു നോക്ക്, നിനക്ക് എന്തായാലും ഇഷ്ടാവും. അവരിന്ന് ഉച്ചയ്ക്ക് ഇവിടെ എത്തും. മോള് റെഡിയായി നിൽക്കണം. പറ്റില്ല, എനിക്കിത് വേണ്ട അച്ഛ. എനിക്ക് റെഡിയായി നിൽക്കാൻ പറ്റില്ല. പറ്റില്ലെന്നോ? നീയല്ലേ പറഞ്ഞ അച്ഛൻ ഇഷ്ടമുള്ള പോലെ എന്താന്ന് വെച്ചാൽ ആയിക്കോന്ന്. എന്നിട്ട് അവർക്ക് വാക്ക് കൊടുത്തിട്ട് ഇപ്പൊ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അപ്പോ വെറുതെ വാശി കാണിക്കരുത്. ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞു, പക്ഷെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് പറ്റില്ല അവരുടെ മുമ്പിൽ നിൽക്കാൻ. എനിക്ക് ആരെയും പെണ്ണ് കാണണ്ട. നീ അല്ലേ ഒക്കത്തിന് സമ്മതിച്ച, ഇപ്പോൾ ഇങ്ങനെ മാറ്റി പറയാൻ മാത്രം നിനക്കെന്താ പറ്റിയേ? അത് പറഞ്ഞീ. അങ്ങോട്ടാ, എനിക്ക് കണ്ണേട്ടന് അവൾ മാറ്റി പറയുന്നത് ഇതാദ്യമായിട്ടൊന്നല്ലോ. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട. ആ വരുന്നവർ വന്ന് കണ്ടിട്ട് പോട്ടെ. കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്താം. കണ്ണേട്ടാ, അപ്പോൾ എന്തോ പറയണമെന്നുണ്ട്. ഇത് വേണ്ടെന്ന് പറയണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? അപ്പോൾ പറ, എന്താ നിനക്ക് പറയാനുള്ള? ദർശന പറഞ്ഞത് ശരിയാ, അപ്പോൾ എന്തോ പറയാനുണ്ട്. മോളെ, എന്താണെങ്കിലും നീ പറ. അമ്മായി, എനിക്ക് കണ്ണേട്ടന് അവൾക്ക് എന്താ പറയാനുള്ള? അവൾ പറയാനുള്ളതൊക്കെ അന്ന് പറഞ്ഞതല്ലേ. അമ്മാവൻ ആരെ നോക്കിയാലും കല്യാണം കഴിക്കാൻ അവളല്ലേ പറഞ്ഞ. ഇനിയിപ്പോൾ ഇതിനെപ്പുറത്തേക്ക് എന്താ പറയാനുള്ള? അവരോട് വരാൻ പറ അമ്മാവാ. കണ്ണേട്ടൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്ന? എന്താ പറ്റിയേ? എന്റെ പൊന്നു കണ്ണ, അവൾക്ക് എന്തോ പറയാനുണ്ടെന്നല്ലേ പറയുന്ന. അത് കേട്ടിട്ട് പോരെ ഈ എടുത്ത ചാട്ടമൊക്കെ. അതെ, മോള് പറ, മോക്ക് എന്താ പറയാനുള്ള? അച്ഛാ, എനിക്ക് ആരെയും കല്യാണം കഴിക്കണ്ട. എനിക്ക് കണ്ണേട്ടനെ ഇഷ്ടം. ഞാൻ കണ്ണേട്ടനെ മാത്രമേ കല്യാണം കഴിക്കൂ, വേറെ ആരെയും ഞാൻ കെട്ടില്ല. അതിന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എങ്ങനെ ഈ കല്യാണം നടക്കും? കണ്ണേട്ടനെ ഇഷ്ടമല്ലേ? സത്യം പറ. അതവിടെ നിൽക്കട്ടെ. നിനക്ക് എന്നെ ഇഷ്ടമാണോ? വേറെ ആരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ലേ നീ എന്നെ കെട്ടാൻ വരെ തയ്യാറായത്? എനിക്കറിയാം. കണ്ണ, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്ന? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആർക്കും ഒന്നും മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലായി. ഇതിന് വേറെ സംസാരമില്ല. കണ്ണൻ അപ്പൂനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. കണ്ണേട്ടനല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല. അപ്പോൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കണ്ണേട്ടനെ മാത്രമേ കെട്ടൂ. വാശി കാണിച്ചോ? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല, അത്ര തന്നെ. ഈ കാര്യം പറഞ്ഞ് ആരും എന്നോട് സംസാരിക്കണ്ട. ഇതിവിടെ തീർന്നു. ഞാൻ റൂമിലോട്ട് പോവുക. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അപ്പൂൻ്റെ കാര്യത്തിൽ ഒരു താലി കയറുന്നുണ്ടെങ്കിൽ അത് കണ്ണേട്ടൻ കെട്ടുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതെ നിൽക്കും. ഇതെന്റെ വാശിയ, ഇത് ഞാൻ മാറില്ല. അപ്പോൾ മതി, നിർത്ത്. എന്തൊക്കെയായി വിളിച്ച് പറയുന്ന രണ്ടുപേരും? ഞാൻ പറഞ്ഞ സത്യം. അപ്പൂൻ്റെ കഴുത്തിലെ താലി കയറുന്നുണ്ടെങ്കിൽ അത് കണ്ണേട്ടത് മാത്രമായിരിക്കും. ഈശ്വര, ഈ പിള്ളേർ ഇതെന്തൊക്കെയാ? ആദ്യം വഴക്കണം, പിന്നെ മിണ്ടില്ല, ഇപ്പൊ കല്യാണം കഴിക്കണം. ഇനിയിപ്പോ വരുന്നവരോട് എന്താ പറയണ്ട? അവരോട് വിളിച്ച് പറ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന്. ഈ പ്രശ്നത്തിടയിൽ അവര് വന്നാൽ അത് ശരിയാവില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ണാണെങ്കിൽ ഇങ്ങനെ പറയുന്നു, അപ്പു അത് വേറെ രീതിയിൽ പറയുന്നു. തൽക്കാലം അവരോട് വരണ്ടാന്ന് വിളിച്ച് പറഞ്ഞേക്ക് അജു. പിന്നെ കണ്ണൻ പറഞ്ഞത് അത് ഭദ്ര അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. കണ്ണൻ ശരിയായ പിന്നെ അപ്പുവിന്റെ വാശിയും മാറുമല്ലോ. നമുക്ക് നോക്കാം. മഹി പറഞ്ഞത് ശരി, അവരോട് വരണ്ടെന്ന് പറഞ്ഞേക്ക്. കണ്ണേട്ട, വാതിലോർക്ക്. ഞാനൊന്ന് പറയട്ടെ. എനിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാനെങ്കിലും കൂട്ടാക്ക്. താഴെ സംസാരിച്ചതിനപ്പുറത്ത് എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പോൾ നീ റൂമിലോട്ട് പോ. ഇവിടെ നിൽക്കണ്ട. ഞാൻ വാതിൽ തുറക്കില്ല. വേണ്ട, തുറക്കണ്ട. ഇനി ഞാൻ വരില്ല കണ്ണേട്ടൻ്റെ മുന്നിൽ. ഞാൻ പോവുക. ഇഷ്ടപ്പെട്ടത് മനസ്സുകൊണ്ട്, അല്ലാണ്ട് ആർക്കോ വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാകാൻ കണ്ണേട്ടന് പറ്റിയില്ലെങ്കിൽ എനിക്കിനൊന്നും പറയാനില്ല. ഞാൻ പോവുക. ഇനി കണ്ണേട്ടൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരില്ല. എൻ്റെ ഈ സ്നേഹം കള്ളമാണെന്ന് കണ്ണേട്ടൻ പറഞ്ഞില്ലേ? ഇനി ഞാൻ കണ്ണേട്ടനെ കാണില്ല. വരാഹരൂപം ദൈവവരിഷ്ടം വരാഹരൂപം ദൈവവരിഷ്ടം. എനിക്കറിയാം, നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ പറയുന്നൊക്കെ കേൾക്കാനും പറ്റുന്നുണ്ടെന്നറിയാം. എന്തിനാ എൻ്റെ സ്വപ്നത്തിലേക്ക് വന്നത്? എന്നെ ഇങ്ങോട്ടേക്ക് എന്തിനാ എത്തിച്ച്? ഞാനവിടെ സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നില്ലേ? എന്നെ എന്തിനാ ഇതിലേക്ക് വലിച്ചിട്ട്? കണ്ണേട്ടന് അപ്പൂനെ വേണ്ട, കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് അറിയാം. കണ്ണേട്ടന് എന്നെ ഇഷ്ടമല്ല. ഞാൻ അഹങ്കാരിയ, വാശിക്കാരിയ. അങ്ങനെ ഒരാളെ കണ്ണേട്ടന് ഇഷ്ടപ്പെടൂല. ഞാൻ മര്യാദയ്ക്ക് അവിടെ തന്നെ നിന്നതായിരുന്നില്ലേ?
ഓരോ സ്വപ്നങ്ങൾ കാണിച്ച് എന്നെ ഇങ്ങോട്ട് എത്തിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനമായില്ലേ? പണ്ടേ എനിക്കറിയാം കണ്ണേട്ടന് എന്നെയല്ല ഇഷ്ടമെന്ന്. അത് മനസ്സിലാക്കി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയതായിരുന്നു ഞാൻ. എന്നിട്ടും എന്നെന്തിനാ ഇങ്ങോട്ടേക്ക് വലിച്ചഴിച്ച്? ഞാൻ പോവുക. ഈ നാട് എനിക്ക് വേണ്ട. ഇവിടെ എനിക്ക് ആരുമില്ല. ഞാൻ തിരിച്ചു പോവുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ സ്നേഹം അതൊന്നും എനിക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റൂല. ഒരു ചിന്തണ ചോലകൾ ചെന്താരകൾ ചോക്കണതോ മതയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ എന്താ പ്രകൃതി ഇന്നും വല്ലാതെ പള്ളികരാളികൾ കരിമൂടിയ വേടനിതോ നരചോര പരന്ന പെരും വഴി നായാടിയ സൂചനകള് ആത്മാക്കളെ താഴേക്ക് വരുന്നതാണല്ലോ. ഭഗവതി കാക്കണേ എല്ലാരെയും. നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവുക. നിന്റെ സ്നേഹവും ജീവിതവും ഇവിടെ നിൽക്കുമ്പോൾ നീ അങ്ങ് പോയിട്ട് എന്ത് ചെയ്യാനാ? തമ്പുരാൻകുട്ടി, നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അതിനു വേണ്ടി വാശി പിടിക്കണം. അത് നിന്റെ കയ്യിൽ കിട്ടുന്നവരെ കാത്തിരിക്കണം. അല്ലാതെ ഇതുപോലെ തോറ്റ് പിന്മാറല്ല വേണ്ടത്. സത്യമായ എന്തും ജയിച്ച ചരിത്രമേ ഉള്ളൂ അല്ലേ? എൻ്റെ സ്നേഹം സത്യം. പക്ഷെ കണ്ണേട്ടിന് എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളെ ഞാൻ പോവുക. എനിക്കിവിടെ വേണ്ട. എനിക്കിതിനെ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ ഇവിടെ നിന്ന് പോയത് നീയല്ലേ? അന്ന് എന്നെ ഒറ്റയ്ക്കാക്കി നീ പോയിട്ട് എപ്പോഴാണ് വന്നത് തിരിച്ച്? നിനക്കെന്നെ ഒറ്റയ്ക്കാക്കാനല്ലേ അറിയൂ. എൻ്റെ കൂടെ നിൽക്കാൻ നിനക്ക് പറ്റുമോ? അന്ന് ഞാൻ ഇവിടുന്ന് പോകാൻ കാരണം കണ്ണേട്ടനും ഗായത്രി ചേച്ചിയ. നിങ്ങൾ കാരണം ഞാൻ ഇവിടുന്ന് പോയേ. ഞങ്ങൾ കാരണോ? അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഗായത്രി ചേച്ചി കണ്ണേട്ടനും കാരണം ഞാൻ പോയത്. ഞാൻ കണ്ടു ഗായത്രി ചേച്ചി കണ്ണേട്ടന് ഉമ്മ തരുന്നേ. ഗായത്രിയോ? അന്ന് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞില്ലേ, അമ്മാവനോട് ഞാൻ വരും, കണ്ണേട്ടൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ അപ്പൂനെ മാത്രമേ കാണാവൂ, അപ്പൂൻ്റെ അടുത്ത് ഓടി വരണമെന്ന്. പക്ഷെ കണ്ണേട്ടൻ പോയത് ഗായത്രി ചേച്ചിയുടെ അടുത്ത. ഗായത്രി ചേച്ചിക്ക് ഉമ്മയും കൊടുത്തു. അന്ന് ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്നറിയോ? അന്ന് അമ്മാവൻ്റെ കൂടെ നിന്ന് ഞാൻ എന്തോരം വിഷമിച്ചു എന്നറിയോ? കണ്ണേട്ടൻ എന്നെ കണ്ടില്ല. അന്ന് കുഞ്ഞല്ലേ അപ്പോൾ നമ്മൾ? അതെ, കുഞ്ഞായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ കണ്ണേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ണേട്ടൻ കണ്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ലെന്ന് തോന്നിയിട്ട് ഞാൻ മുത്തശ്ശിയുടെ കൂടെ പോയത്, അവിടെ നിന്നത്. ഇതിനെ പറ്റിയിട്ടാണോ നീ ഇവിടെ നിന്ന് പോയത്? ആ ഗായത്രി കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുമായി. ഇത്രയും വർഷം ഈ ഒരു കാര്യത്തിൻ്റെ പേരിലാണോ നീ പിണങ്ങി മാറി നിന്നത്? കണ്ണേട്ടൻ ഇതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് കിട്ടേണ്ട സ്നേഹം കണ്ണേട്ടൻ അന്ന് അവിടെ കൊടുത്തത്. അപ്പോൾ നീ അല്ലാതെ എനിക്ക് വേറെ ആരുടെ ഇഷ്ടമില്ല. അതെന്താ നിനക്ക് മനസ്സിലാക്കാൻ പറ്റാതെ? കണ്ണേട്ടൻ എന്നെ ഇഷ്ടമാണോ? എന്നെ കല്യാണം കഴിക്കോ? ദർശന ഞാനും കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് അവരോട് കല്യാണം കഴിക്കാം. നിനക്ക് സമ്മതമാണോ? അല്ല, എനിക്ക് സമ്മതമല്ല. അതിനിയും 3 മാസമുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച തന്നെ കെട്ടണം. അടുത്ത ആഴ്ചയോ? വാശിയാണോ? അതെ, എന്നെ ഒരുപാട് കരയിപ്പിച്ചില്ലേ? ഇനി ഞാൻ വെറുതെ വിടില്ല. വാശിയ തമ്പൂരാനെഴുന്നള്ളി തമ്പൂരാനെഴുന്നള്ളി കാവിൻ കോവിലകത്തിൻ പൂമുഖത്ത് കാലൊച്ച കേട്ട നേരം തമ്പൂരാൻ മെല്ലെ നോക്കി ആരില്ലെന്നൂത്തരം ബാക്കിയായി. തമ്പൂരാൻ നടന്നതും ദിക്കുകൾ സാക്ഷിയായി. രാഗാർദ്രമായൊരു പൊക്കിലൂക്കം മണിനാദം കേട്ടു വീണ്ടും തമ്പൂരാൻ മെല്ലെ നോക്കി. അങ്ങതാമാനത്ത് തമ്പൂരാട്ടി. തമ്പൂരാനെഴുന്നള്ളി
തമ്പൂരാനെഴുന്നള്ളി കാവിൻ കോവിലകത്തിൻ പൂമുഖത്ത് കാലൊച്ച കേട്ട നേരം തമ്പൂരാൻ മെല്ലെ നോക്കി ആരില്ലെന്നൂത്ത